I regard myself as a soldier, so a soldier of peace. I have a dream that one day this nation will rise up. We cannot tell what the course of this spell. We hold these truths to be self-evident that all men Independence that we want. live out the true meaning of its creed. I know you have a wonderful dream to become a great public speaker in the world. Yes or no? Yes. It is possible. Orators are not born, but made. Today is a wonderful day for you, because from you, definitely, a great and inspiring public speaker will be born today, no doubt. I'm sure if you listen to this program seriously, if you understand all these thoughts seriously, and if you believe and act, it is definite you can be an inspiring, wonderful, creative public speaker in the world. Public speaking is the process of speaking to a group of people in a structured, deliberate manner intended to inform, influence, or entertain the listeners. And there are 5 basic elements in any public speaking, like communication. Who is saying what? To whom? Using what medium? With what effects? പ്രസംഗം ഒരു കലയാണ്. ഈ പ്രസംഗ കല നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. നിങ്ങൾക്കും ഒരു an unbelievable ഒരു പബ്ലിക് സ്പീക്കർ ആവണമെന്ന്. I always believe orators are not born but made. അതാണ് ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്. ഇന്നത്തെ സെഷനിലൂടെ നിങ്ങളിനി ഈ ലോകത്തോട് സംസാരിക്കുക ആസ് എൻ ഇൻസ്പയറിംഗ് പബ്ലിക് സ്പീക്കർ. ലോക ചരിത്രത്തിന്റെ ഗതിവിഗതികളെ മാറ്റിയെടുത്ത ഒരുപാട് പബ്ലിക് സ്പീക്കേഴ്സ് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. എങ്ങനെ നമുക്ക് അവരെ പോലെ വളർന്നു വരാം? That is the first question. Conversation is feminine. Discussion is masculine. Public speaking is supreme. Why? That's the question again. എന്തുകൊണ്ടാണ് പബ്ലിക് സ്പീക്കിംഗ് സുപ്രീം എന്ന് പറയുന്നത്? അത് മനസ്സിലാക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നിങ്ങൾക്കും ഒരു പബ്ലിക് സ്പീക്കർ ആകാം. That is guaranteed. If you believe it is possible. Do you believe so? Yes. That's great. If there is a faith, that will be the result. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സെഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്.
തോട്ട്സുകളെ ഉൾക്കൊള്ളുക. നാളെ നിങ്ങൾ വലിയ വലിയ സദസ്സുകൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഈ ക്ലാസ്സിൽ ഇന്ന് ലഭിച്ച ആശയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. ലോക ചരിത്രത്തിൽ നിങ്ങൾക്കും ഒരു സ്ഥാനം വരും. ആ സ്ഥാനം സ്വപ്നം കാണുന്നെങ്കിൽ നിങ്ങൾക്കും ഒരു പബ്ലിക് സ്പീക്കർ ആവാം. ആൻ ഇൻസ്പയറിംഗ് പബ്ലിക് സ്പീക്കർ. And it's my guarantee, friends. Believe it will happen. Oh, it's happening. എന്തുകൊണ്ടാണ് പബ്ലിക് സ്പീക്കിംഗ് സുപ്രീം എന്ന് പറയുന്നത്? ഒരു പബ്ലിക് സ്പീക്കർക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം എന്ത് നേടുന്നു? അദ്ദേഹം എവിടെ എത്തുന്നു? അതറിയുമ്പോൾ ഐ ആം ഷുവർ യു വിൽ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് ബിക്കമിങ് ആൻ ഇൻസ്പയറിംഗ് പബ്ലിക് സ്പീക്കർ. നമ്മളുള്ളിൽ കഴിവുകളുണ്ട്, പല കഴിവുകളുണ്ട്. അതിലൊരു കഴിവാണ് പ്രസന്റേഷൻ. The skill of presentation, the art of communication. Always believe orators are not born but made. It can be taught. Oratory skill can be taught. ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ശക്തമായ ട്രെയിനിങ്ങിലൂടെ, ശക്തമായ ആഗ്രഹത്തിലൂടെ, പരിശീലനത്തിലൂടെ നമുക്കും ഒരു പബ്ലിക് സ്പീക്കർ ആവാം. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. നിറഞ്ഞ മനസ്സോടുകൂടെ നമുക്ക് ഈ ക്ലാസ്സിനെ സമീപിക്കാം. ഐ ആം ഷുവർ മൈ ഗായ്സ് യു വിൽ ക്രിയേറ്റ് എ ഹിസ്റ്ററി because I believe you are born not to be a history reader but a history maker. Do you believe so? Successful public speaker enjoys what? അതാണ് നമ്മുടെ ചോദ്യം. ഒരു സക്സസ്ഫുൾ പബ്ലിക് സ്പീക്കർ എന്താണ് ജീവിതത്തിൽ എൻജോയ് ചെയ്യുന്നത്? അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്തുകൊണ്ടാണ് പബ്ലിക് സ്പീക്കിംഗ് സുപ്രീം എന്ന് പറയുന്നത്. Why? Friends, ഒരു പബ്ലിക് സ്പീക്കർക്ക് an effective public speaker definitely will enjoy a position in society. സമൂഹത്തിലെ ഒരു പബ്ലിക് സ്പീക്കർ എന്നും സ്ഥാനമുണ്ട്. അതേത് പ്രൊഫഷൻ ആയിക്കോട്ടെ, യു ടേക്ക് എനി പ്രൊഫഷൻ. അതുകൊണ്ടല്ലേ നാട്ടുകാർ പറയുന്നത് നാക്കുള്ളവന് നാട്ടിൽ പാതി. നന്നായി സംസാരിക്കുന്നവൻ, എസ്പെഷ്യലി പബ്ലിക് സ്പീക്കർ, അദ്ദേഹത്തിന് ഏത് പ്രൊഫഷനിലും ഒരു സ്ഥാനമുണ്ടായിരിക്കും. അവരെല്ലാവരും ലീഡേഴ്സ് ആയിരിക്കും. സോ ലീഡർഷിപ്പ് വിൽ കം ടു ദ പബ്ലിക് സ്പീക്കർ. ദാറ്റ് ഈസ് ക്വൈറ്റ് ഇൻഎവിറ്റബിൾ. നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ആരുടെ കയ്യിലാണ് നേതൃത്വം വരുന്നത്? സാധാരണ നന്നായി സംസാരിക്കുന്ന കയ്യിൽ തന്നെയാണ്. ബിക്കോസ് ഹി പ്രസന്റ് ഹിംസെൽഫ്. ഈ ബിസിനസ്സിൽ പറയും, വാട്ട് ഈസ് ബിസിനസ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രസന്റേഷൻ. ബിസിനസ് ഈസ് നത്തിങ് ബട്ട് പ്രസന്റേഷൻ. ഹൗ യു പ്രസന്റ്, ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ യുവർ ബിസിനസ്. അവിടെയാണ് ബിസിനസ്സിലെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ പൊസിഷൻ അത് ഓട്ടോമാറ്റിക്കായി ആർക്ക് വന്നു ചേരുന്നു? ഒരു പബ്ലിക് സ്പീക്കർക്ക് വന്നു ചേരുന്നു. ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ തിങ്. അനദർ വൺ, റെക്കഗ്നിഷൻ, അംഗീകാരം. ഏതു മനുഷ്യൻ അംഗീകാരം ആഗ്രഹിക്കാത്തത്? എനിക്കറിയാം, നിങ്ങൾക്കറിയാം, മനുഷ്യന്റെ ബേസിക് ഇൻസ്റ്റിക്റ്റ് ആണ് ഫീലിംഗ് ഓഫ് ബീങ് റെക്കഗ്നൈസ്ഡ്. അംഗീകരിക്കപ്പെടാന്നുള്ള ഒരു ആഗ്രഹം മനുഷ്യന്മാരെല്ലാവർക്കും ഉണ്ട്. ഒരു പബ്ലിക് സ്പീക്കർ ആവുമ്പോൾ ആ വ്യക്തിയെ ആദരിക്കാനും അംഗീകരിക്കാനും അനേകാര്യങ്ങൾ അണിനിരക്കും. ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന മഹത്തായിട്ടൊരു ടൂളാണ് പബ്ലിക് സ്പീക്കിംഗ്. പൊസിഷൻ, റെക്കഗ്നിഷൻ, ദെൻ പ്രസന്റേഷൻ സ്കിൽസ്. കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുക.
കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് പബ്ലിക് സ്പീക്കർ ലഭിക്കുന്ന ഒരു കഴിവാണ്. ഒരു പബ്ലിക് സ്പീക്കർ ആവുമ്പോൾ അദ്ദേഹത്തിന് ഏത് വിഷയത്തെയും, അത് ഇന്റർപേഴ്സണൽ ആയിക്കോട്ടെ, ഒരു ചെറിയ ഗ്രൂപ്പിന് മുമ്പിലായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, അദ്ദേഹം എന്താണ് ഉള്ളിൽ കരുതിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിക്കുന്നതും ഈ പബ്ലിക് സ്പീക്കിങ്ങിലൂടെയാണ്. And they win the hearts of people because of an effective presentation skill. ആ പബ്ലിക് സ്പീക്കർ ആവാന്ന് പറയുമ്പോൾ ജീവിതത്തിൽ സക്സസ് ഗ്യാരണ്ടീഡ് ആണ്. കാരണം കമ്മ്യൂണിക്കേഷൻ is the greatest thing in the world. If you are the master of communication, you can be the master of the world. So, when you become an excellent, elegant public speaker, you enjoy your presentation skills. Effective communication. Presentation skill in the follow-up on the communication skills. He is an excellent communicator. അദ്ദേഹം നന്നായി സംസാരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം സമയവും ഇഷ്ടപ്പെടുന്നു. അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അത് ചെറിയ ചർച്ചയാണെങ്കിൽ പോലും that will become excellent. No doubt. Then admiration, ആരാധന. നല്ല പബ്ലിക് സ്പീക്കേഴ്സ് അവർക്ക് എന്ത് ലഭിക്കുന്നു? ആരാധന ലഭിക്കുന്നു. അതൊരു വലിയൊരു സംഭവം തന്നെയല്ലേ? Yes or no? True. നമ്മളൊക്കെ ആരാധിക്കപ്പെടാതിരിക്കുന്ന ആൾക്കാരല്ലേ? ജനങ്ങൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന പൊസിഷൻ ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് തന്നെ തോന്നും, മൈ ഗാഡ്, ഗോഡ് ഓർ നോട്ട്, ഞാൻ ദൈവമാണെന്ന് ദൈവത്തിൽ വെച്ച് നിങ്ങൾ ആരാധന ലഭിക്കുന്നു. ഷാർപ്പ് മെമ്മറി. ഒരു പബ്ലിക് സ്പീക്കറുടെ മെമ്മറി എന്താവുന്നു? വളരെയധികം ഷാർപ്പായി മാറും. ഷാർപ്പ് മെമ്മറി. കാരണം ഇദ്ദേഹം സംസാരിക്കുമ്പോൾ നിരന്തരമായിട്ട് ഇദ്ദേഹം കാര്യങ്ങളെ റെഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ റെഫറൻസ് പ്രോസസ് നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മെമ്മറിയുടെ സിസ്റ്റം ഭയങ്കര ഷാർപ്പായി മാറും. അപ്പൊ നല്ലൊരു പബ്ലിക് സ്പീക്കറുടെ മെമ്മറി ഷാർപ്പായി കൊണ്ടിരിക്കും. ദാറ്റ് ഇസ് അനദർ അഡ്വാൻറ്റേജ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ലോജിക്. യുക്തിപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ യുക്തിപരമായി ചിന്തിക്കാനുള്ള കഴിവ്, അതൊരു നല്ലൊരു പബ്ലിക് സ്പീക്കർ ലക്ഷണമാണ്. അപ്പൊ നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവുമ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് വന്നേ പറ്റൂ. ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ എൻജോയ് ദ ലോജിക്കൽ assessment of the things. Presence of mind, മനസ്സാന്നിധ്യം. ഒരു കാരണവശാലും നല്ലൊരു പബ്ലിക് സ്പീക്കറുടെ മൈൻഡ് പതറിപ്പോവില്ല. She will have an unbelievable presence of mind. കാരണം സദസ്സിനെ ഫേസ് ചെയ്ത് അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. യു വിൽ ഹാവ് എ പ്രസൻസ് ഓഫ് മൈൻഡ്. ഏത് സിറ്റുവേഷനിലും, പ്രസംഗിവ് മാത്രമല്ല, ജീവിതത്തിൽ ഏത് സിറ്റുവേഷനിലും ഈ വ്യക്തിയുടെ മനസ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും, അചഞ്ചലമായിരിക്കും. സോ വെൻ യു ബിക്കം എ പബ്ലിക് സ്പീക്കർ, യു വിൽ എൻജോയ് യുവർ പ്രസൻസ് ഓഫ് മൈൻഡ്. നോളജ്, അറിവ്. നല്ലൊരു പബ്ലിക് സ്പീക്കർക്ക് അപാരമായ അറിവുണ്ടായിരിക്കും, അനന്തമായ അറിവുണ്ടായിരിക്കും. യു വിൽ ബി വെൽ ഇൻഫോംഡ്. അദ്ദേഹത്തിന്റെ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, അതിനകത്തിന്റെ നോളജ് എന്ന് പറയുന്നത് വളരെ ശക്തമായിരിക്കും. കാരണം പരന്ന വായന, ആഴത്തുള്ള വായന, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒക്കെ അസറ്റുകളാണ്. അപ്പൊ നിരന്തരമായി വായിച്ചു വെക്കുകയായിരിക്കും. ആ വായനയിലൂടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ചർച്ചയിലൂടെ പുതിയ പുതിയ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന് എപ്പോഴും അറിവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മഹത്ത അറിവിന്റെ ഉടമയായിരിക്കും an excellent public speaker. Money. പ്രസംഗം പ്രൊഫഷണൽ ആൾക്കാർക്ക് they will have remuneration. അവർക്ക് ബിസിനസ്സിലും ഒരു ഇൻകം മാത്രമല്ല, അവർക്ക് ഇതൊരു പ്രൊഫഷണൽ എടുക്കുകയാണെങ്കിൽ and they'll be invited to a lot of talks. They can earn money. Money ഇതിന്റെ ഒരു aftermath. Programs. When you become an excellent public speaker, you will be invited to all the programs. നിങ്ങൾ എല്ലാ പ്രോഗ്രാംസിലേക്കും
ആൾക്കാർ ക്ഷണിച്ചുകൊണ്ടിരിക്കും. There is no surprise. ക്ഷണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. And that is another advantage of public speaking. Confidence. നേരത്തെ പറഞ്ഞ പ്രസന്റ് സമയത്തിന്റെ മറ്റൊരു ഭാഗമാണ് കോൺഫിഡൻസ്. Confidence conquers the world. A confident public speaker conquers the world. കാരണം അദ്ദേഹത്തിന് ആശയങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ കൺവിക്ഷൻ വ്യക്തമായി കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് വിഷൻ ഉണ്ടെങ്കിൽ he will face anything in the world. അതാണ് ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പബ്ലിക് സ്പീക്കേഴ്സ് കാണിച്ച ചരിത്രം. You read the history of the world, and that is the history of many of the great public speakers who faced any consequences boldly. കാരണം അവർക്ക് അൺബ്രേക്കബിൾ ആയിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. That's why when you become a public speaker, you enjoy the power of confidence. Relationship. ഒരുപാട് ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ലഭിക്കുന്ന ഒരു ചാൻസ് ആണെന്ന് പബ്ലിക് സ്പീക്കിംഗ്. കാരണം when you go for a talk, a lot of people in the audience, yes or no? True. അപ്പൊ അവർ നിങ്ങളൊന്ന് പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ ക്ഷണിക്കുന്നവർ നിങ്ങളൊന്ന് പരിചയപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ നല്ല നല്ല ബന്ധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ മറ്റൊരു അസറ്റ്. യു വിൽ ഹാവ് എക്സലന്റ്, യൂസ്ഫുൾ ആൻഡ് സുപ്രീം അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പബ്ലിക് സ്പീക്കറിനോട് സാധിക്കുന്നു. റെസ്പെക്ട്. wherever you go, you are respected. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ നിങ്ങൾ ആദരിക്കപ്പെടുന്നു. You are respected everywhere. കാരണം നിങ്ങളുടെ പൊസിഷൻ അങ്ങനെയാണ് ഇപ്പോൾ. ഗ്രാറ്റിറ്റ്യൂഡ് അതൊരു വലിയൊരു ഘടകമാണ്. കാരണം നിങ്ങളുടെ പ്രസംഗം കൊണ്ട് പല ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല വ്യക്തിയിലും പല നേടിയെടുത്തുണ്ടെങ്കിൽ, ബിക്കോസ് ഓഫ് യുവർ ഇൻഫ്ലുവൻഷ്യൽ ടോക്ക്, ബിക്കോസ് ഓഫ് ഇൻഫോർമേറ്റീവ് പാസ്റ്റ്, നിങ്ങൾ നൽകിയ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രസംഗം കേട്ട് അതിന്റെ ശക്തിയിൽ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാർ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ അവർ നിങ്ങളെ കാണുമ്പോൾ നന്ദിയോട് ഓർക്കും. അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥനകളിൽ നിങ്ങൾ നന്ദിയോട് അവർ ഓർക്കും. കാരണം എന്തുകൊണ്ടാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയവരാണ് നിങ്ങൾ. ഒരു പബ്ലിക് സ്പീക്കറിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ട്രാൻസ്ഫോമിംഗ് ദ പീപ്പിൾ ഇൻടു റൈറ്റ് ബീയിങ്സ്. സോ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് respect as well as gratitude from the public. Happiness. നമുക്കൊരു സന്തോഷം വരുന്നല്ലത്. മറ്റൊരു ജീവിതം നന്നായി വരുമ്പോൾ, ഉയർന്നു വരുമ്പോൾ, നമ്മുടെ പ്രസംഗത്തിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്, ഇമ്പാക്ട് കൊണ്ട് മറ്റു വ്യക്തി ഉയർന്നു വരുമ്പോൾ ആ വളർച്ചയിൽ we enjoy and we are very happy. That is an immense pleasure. അത് വാക്കുകളിൽ പോലും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സംതൃപ്തിയാണ്, സന്തോഷമാണ്. ട്രാവലിംഗ്. നിങ്ങൾക്ക് ഒരുപാട് യാത്രകൾ തുറന്നു വരും. നിങ്ങൾ കാണാത്ത സ്ഥലങ്ങൾ, നിങ്ങൾ ഒരിക്കൽ പോലും എത്തില്ല എന്ന് വിചാരിച്ച സ്ഥലങ്ങൾ പബ്ലിക് സ്പീക്കറിലേക്ക് തുറന്നു വരും. കാരണം എന്തുകൊണ്ടാണെങ്കിൽ യു വിൽ ബി ഇൻവൈറ്റഡ് ടു ഡിഫറെന്റ് പ്ലേസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ പല സ്ഥലങ്ങളിൽ നിങ്ങൾ ക്ഷണിക്കപ്പെടും. ആൻഡ് ദാറ്റ് ട്രാവലിംഗ് ഈസ് എ വൈൽഡ്, ബിക്കോസ് യു വിൽ കം അക്രോസ് ദ വെറൈറ്റി ഓഫ് ലൈഫ്. Because variety is the spice of life, my friends. And novelty is the beauty of life. പുതുമയാണ് ജീവിതത്തിന്റെ സൗന്ദര്യം. You will travel all over the world. You become a cosmopolitan too. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് പബ്ലിക് സ്പീക്കിംഗ്. If you neglect public speaking, you stop your growing. നിങ്ങൾ പബ്ലിക് സ്പീക്കിങ്ങിനെ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊന്നുമല്ല ചെയ്യുന്നത്, സ്വന്തം വളർച്ചയുടെ, സ്വന്തം ഉയർച്ചയുടെ പടവുകളിൽ നിങ്ങൾ ബ്ലോക്കുകൾ വെക്കുന്നു. ആൻഡ് യു ലൂസ് എ മാർവലസ്, ഫിനോമിനൽ, സക്സസ്ഫുൾ ലൈഫ്. ഇത്രയും മനോഹരമായ കാര്യങ്ങൾ, ഇത്രയും വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന മഹത്തായ ഒരു പ്രോസസ്സാണ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ്. പ്രസംഗകനാകുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു നേട്ടമാണ്. ദാറ്റ് ഈസ് വൈ പബ്ലിക് സ്പീക്കിംഗ് ഈസ് സുപ്രീം.
I regard myself as a soldier, so a soldier of peace. I have a dream that one day this nation will rise up. We cannot tell what the course of this spell. We hold these truths to be self-evident that all men... Independence that we want. Friends, now the question arises, how to become an inspiring public speaker? ഇപ്പൊ ഇതാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യം. Yes or no? Yeah. ഭാഷ എങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കെങ്ങനെ ഒരു ഗംഭീരനായിട്ടുള്ള, പ്രൗഢഗംഭീരം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെയുള്ള ഒരു ഇൻസ്പയറിംഗ് പബ്ലിക് സ്പീക്കർ ആവാൻ ഞാൻ എന്ത് ചെയ്യണം? What are the ways and means to become an inspiring public speaker? That is a question before you now. ഇതാണ് ചോദ്യം. ഞാനൊരു സാധാരണക്കാരൻ, എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, ഇതുവരെ ഞാൻ പ്രസംഗിച്ചിട്ടില്ല. വല്ലപ്പോഴും കേട്ടിട്ടുണ്ട്, കുറച്ചൊക്കെ എനിക്ക് പോയിട്ടുണ്ട്. ഹലോ, ഇതാണ് എന്റെ അവസ്ഥ എങ്കിൽ ഞാൻ എങ്ങനെ ഇത്രയും ഗംഭീരമായ ഒരു സംഭവത്തെ എന്റെ ലൈഫാക്കി മാറ്റുക? What are the practical methods? What are the scientific methods? What are the best methods to become an excellent, elegant, enticing, eloquent public speaker? അങ്ങനെയുള്ളൊരു ഇൻസ്പയറിംഗ് പബ്ലിക് സ്പീക്കർ ആവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള വലിയൊരു ക്വസ്റ്റ്യൻ. കാര്യങ്ങളൊക്കെ മനസ്സിലായി. പബ്ലിക് സ്പീക്കിംഗ് അത് വലിയ സംഭവമാണ്, സുപ്രീമാണ്. നമ്മൾ സുപ്രീം കോർട്ടെ കേട്ടിട്ടുള്ളൂ. ഈ സുപ്രീമായിട്ടൊരു ക്വാളിറ്റി ഞാൻ എങ്ങനെ വളർത്തിയെടുക്കും? ഞാൻ ആദ്യമേ പറഞ്ഞു, orators are not born but made. വാഗ്മികൾ ജനിക്കപ്പെടുകയല്ല, നിർമ്മിക്കപ്പെടുകയാണ്. താജ്മഹൽ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ, നിർമ്മിക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നമ്മൾ വാഗ്മികളെ നിർമ്മിക്കുകയാണ്. There is no inborn public speaker in the world. ഒരു കുട്ടിയും ജനിച്ചു വീണ വഴി മൈക്രോഫോൺ പിടിച്ചു വന്നിട്ടില്ല. Never, ever, ഇനി വരൂല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു പബ്ലിക് സ്പീക്കർ ആവാം. 3 തരത്തിലുള്ള സ്പീക്കേഴ്സ് ഉണ്ട്. സ്പീക്കർ, പബ്ലിക് സ്പീക്കർ, ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കർ. സ്പീക്കർ എന്ന് പറഞ്ഞാൽ വന്ന് കയറും, 2 വാക്കുവിനെ അപ്പം മുങ്ങും. കാരണം എന്താ, ഇതിന് മേലെ എന്നോട് പറ്റില്ല. സ്കൂള് പറയാൻ പറഞ്ഞാൽ അവിടെ വീഴും. വന്ന് കയറാ, 2 വാക്ക് പറയാം, ഒറ്റ ഓടോട്. ആ ഓർഡർ കണ്ടറിയാം, ഇനി 2ാം നാൾ വരില്ല എന്നുള്ളത്. അതാണ് സ്പീക്കർ. നമ്മളവിടെ സഹിക്കണം. സെക്കൻഡ് ടൈപ്പ് ഉണ്ട്, പബ്ലിക് സ്പീക്കർ. അവർ കയറി നിൽക്കും, പ്രസംഗിച്ചു തുടങ്ങും. കുറച്ച് കഴിയുമ്പോ ജന കൈയടിക്കും. എന്തിനാ? വ്യക്തമേഖ നിർത്തിയാൽ നന്നായി, ഇനി ഞങ്ങൾ സഹിക്കണോ. 3ാമത്തെയാണ് എന്ത്? ഇൻസ്പയറിംഗ് പബ്ലിക് സ്പീക്കർ, ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കർ. അവര് പ്രസംഗിച്ചു കൊണ്ടിരുന്നാൽ, കാരണം അവരുടെ പ്രസംഗത്തിന്റെ ആ ആവേശത്തിൽ, അതിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മളെല്ലാം മറന്നിരിക്കും. അവർ നിർത്തുമ്പോഴാണ് നമ്മളിങ്ങനെ അസ്തമിച്ചിരിക്കുക, കഴിഞ്ഞല്ലോ. പിന്നെ അവിടെ നടക്കുന്നത് അത് ഗംഭീരമായ കൈഡിയായിരിക്കും. യെസ് ഓർ നോ? അവർ നിർത്തുമ്പോൾ നമുക്ക് വിഷമമാണു, ചിലവർ നിർത്താണ്ട് വിഷമമാണ്. വ്യത്യാസം എനിക്ക് മനസ്സിലായില്ലേ? അനുഭവിക്കുന്നവരാണ് നമ്മള്. അപ്പൊ നമുക്ക് സ്പീക്കർ ആവാം, പബ്ലിക് സ്പീക്കർ ആവാം, ഇഫക്റ്റീവ് പബ്ലിക് സ്പീക്കർ ആവാം. നമ്മളിവിടെ തരുന്ന ക്ലാസ് അല്ലെങ്കിൽ സെഷൻ, ഹൗ ടു ബിക്കം ആൻ ഇൻസ്പയറിംഗ് എഫക്റ്റീവ് പബ്ലിക് സ്പീക്കർ. ദാറ്റ്സ് അവർ ഡ്രീം. അതാണ് നമ്മുടെ സ്വപ്നം. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്, ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആ വഴിയിലൂടെ കടന്നു പോകാൻ മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ. Let me show you the best ways, the most useful, practical, scientific ways to become or to transform as greatest speaker in the world. Be one of the best speakers in the world. Today take a pledge. Sir, this is the beginning of
my public speaking as a great speaker, and I will be a history maker. Behind everybody, come on. We are the history makers. Do you believe so? Yes or no? That's great. And I'm sure you believe now you can become a great public speaker. How to become an inspiring public speaker? The first, you must have a purpose. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം വേണം. ഒരു പബ്ലിക് സ്പീക്കർക്ക് ആദ്യം വേണ്ടത് ഒരു ലക്ഷ്യമാണ്. The vision of his speech, the message of his speech, the purpose of his speech, the aim of his speech. ഞാൻ എന്തിനാണ് പ്രസംഗിക്കുന്നത്, എന്താണെന്ന് നമുക്കറിയാം. അതിലല്ല പവർ വരുന്നത്. ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത്? ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ എന്ത് സംസാരിക്കുന്നതിലല്ല പവർ വരുന്നത്. ഈ ഞാൻ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിന്റെ ശക്തി മുഴുവൻ കെടുക്കുന്നത് 90% ഇൻ വൈ. ഞാൻ എന്തിന് ഈ കാര്യം സംസാരിക്കുന്നു, അവിടെയാണ് ബേസ്. അതിന് നമ്മൾ പറയും രണ്ട് ശൈലികളുണ്ട്. ഒരു പൂവർ സ്പീക്കർ സ്റ്റൈൽ എങ്ങനെയാണെങ്കിൽ, ഐ ഹാവ് ടു സേ സംതിങ്, എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, വിളിച്ചതല്ലേ. അങ്ങനെ കുറെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ലേ? ഐ ഹാവ് ടു സേ സംതിങ്, എന്തെങ്കിലുമൊക്കെ ഞാൻ പറയണ്ടേ, ക്ഷണിച്ചതല്ലേ. അത് പൂവർ സ്പീക്കർ ആറ്റിറ്റ്യൂഡാണ്. ദ ഗ്രേറ്റ് സ്പീക്കർ അങ്ങനെയല്ല. ഐ ഹാവ് സംതിങ് ടു സേ. വാട്ട് എ ഡിഫറൻസ്. ഐ ഹാവ് സംതിങ് ടു സേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പൊ അയാൾ വന്നിരിക്കുന്നത് എങ്ങനെയാ? വിത്ത് കൺവിക്ഷൻ. വിത്ത് കൺവിക്ഷൻ, വ്യക്തമായ ബോധ്യമുണ്ട്. എന്താണ്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട്. അവിടെയാണ് ഗ്രേറ്റ് സ്പീക്കറുടെ ഡിഫറൻസ് വരുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. പ്രസംഗിക്കാൻ പോകുന്നതിന് മുൻപ് അത് നിങ്ങൾ കൺവിൻസ്ഡ് ആവണം. ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്, എന്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെയാണ് ഹൗ, എങ്ങനെയാണ് വരുന്നത്. അത് വരുന്നുണ്ട്. പ്രിപ്പറേഷൻ, വ്യക്തമായ പ്രിപ്പറേഷൻ വേണം. പ്രാക്ടീസ് വേണം. പ്രസന്റേഷൻ ആൻഡ് പെർഫെക്ഷൻ. 5 കാര്യങ്ങളാണ് ബേസിക് ആയിട്ട്. പർപ്പസ്, പ്രിപ്പറേഷൻ, പ്രാക്ടീസ്, പ്രസന്റേഷൻ, or you can say performance and perfection. ഈ 5 കാര്യങ്ങളാണ് 5 P's. ഈ 5 കാര്യങ്ങളാണ് ഒരു ഇൻസ്പയറിംഗ് പബ്ലിക് സ്പീക്കറുടെ പവർ എടുക്കുന്നത്. ഈ 5 കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് നടത്തപ്പെട്ടാൽ, സംഭവിച്ചു കഴിഞ്ഞാൽ, നിങ്ങളും ഒരു പബ്ലിക് സ്പീക്കറാണ്. എന്ത് പബ്ലിക് സ്പീക്കർ? എഫക്റ്റീവ് പബ്ലിക് സ്പീക്കർ. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വാട്ട് ഈസ് മൈ മെസ്സേജ്? എന്താണ് എന്റെ മെസ്സേജ്? എന്റെ ഓഡിയൻസിനുള്ള മെസ്സേജ് എന്താണ്? വാട്ട് ഈസ് മൈ മെസ്സേജ്? അത് വ്യക്തമായ ബോധ്യത്തോടെ സംസാരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രസംഗം അപ്പൊ തന്നെ മനോഹരമായി. കാരണം മൈൻഡ് സെറ്റ് പോസിറ്റീവാണ്, മൈൻഡ് സെറ്റ് ക്ലിയർ ആണ്. കാരണം അതിലേക്ക് പിന്നെ എല്ലാ പോയിന്റും പോവുള്ളൂ. കാരണം ലക്ഷ്യമില്ലാത്ത യാത്ര വേസ്റ്റ് ആണ്. If there is no final destination, how can you start your journey? നിങ്ങൾ എവിടേക്ക് പോകുന്നത്? വെറുതെ എന്തൊക്കെ പ്രസംഗിക്കും, എന്തൊക്കെ പറയും, ആൾക്കാർ ഓടി മണ്ണാക്കും, നിൽക്കുന്ന നിരക്കുണ്ടാക്കും, ആകെ പറയും അതാകെ നശിപ്പിച്ചു. ആൾ എന്തൊക്കെ പറഞ്ഞു, ആൾക്കെന്നെ അറിയില്ല, ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് ട്രാജഡിയാണ്. Don't kill the people like this. My humble request. ഇത് പറയാനുള്ള കാരണം എന്താണെങ്കിൽ, പ്രസംഗ കലയുടെ കുലപതി, ആചാര്യൻ, മാസ്ട്രോ ആരാന്നൊരു ചോദ്യം വന്നു ചരിത്രത്തിൽ. സിസറോ ഓർ ഡെമസ്തനസ്, ഇതിലാരാണ് എന്ന് ചോദ്യം വന്നപ്പോ അവസാനം തെരഞ്ഞെടുത്തത്, ഭയങ്കരമായ വാദപ്രതിവാദം ഉണ്ടായി. അവസാനം തെരഞ്ഞെടുത്തത് ഡെമസ്തനസിനെയാണ്. സിസറോ മോശക്കാരനായിട്ടല്ല. സിസറോയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ ആവേശം കൊണ്ട് ആർത്തിരമ്പും.
ഓഡിയൻസ് വിൽ ബി highly influenced or highly inspired. അവരങ്ങനെ ആർത്തിരമ്പിപ്പാ, ഇങ്ങനെ ഭയങ്കര ആവേശമാണ് അവർക്ക്. അങ്ങനെ ഭയങ്കര പവറിൽ അവർ വീട്ടിലെത്തും. വീട്ടിലെത്തിയിട്ട് അവരങ്ങനെ കിടന്നുറങ്ങും. പിറ്റേ ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. പ്രസംഗം കേൾക്കും ഭയങ്കര ആവേശമാണ്, ഭയങ്കര ഇൻസ്പിറേഷനാണ്, പ്ലാനൊക്കെ നടക്കും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയും. എന്നിട്ട് ഉറങ്ങിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോ ആ മൂഡ് അങ്ങനെ അവിടുന്ന് അവസാനിക്കും. ആക്ഷനിലേക്ക് വന്നില്ല. ഡെമോസ്ട്രേഷന്റെ പ്രസംഗം അങ്ങനെയായിരുന്നില്ല. ജനങ്ങൾ ഇതുപോലെ തന്നെ ആർത്തിരമ്പും, ആവേശം നേടും, അവർ വീട്ടിലെത്തും, കിടന്നുറങ്ങും. പക്ഷെ പിറ്റേ ദിവസം കാലത്ത് എന്താണ് ഡെമോസ്ട്രേറ്റ്സ് പറഞ്ഞത് അതവര് ചെയ്തു തുടങ്ങും. അവിടെയാണ് ഒരു ഗ്രേറ്റസ്റ്റ് പ്രസംഗകന്റെ, ഒരു ഗ്രേറ്റസ്റ്റ് പബ്ലിക് സ്പീക്കറുടെ ഗ്രേറ്റ്നെസ് കിടക്കുന്നത്. ആ പോയിന്റിൽ വെച്ചിട്ടാണ് അവർ തെരഞ്ഞെടുത്തു ഡെമോസ്തനീസ് ഈസ് ദ മാസ്റ്റർ ഓഫ് ഒറട്ടറി. പ്രസംഗ കലയുടെ കുലപതി എന്ന് പറഞ്ഞാൽ, ആചാര്യ എന്ന് പറഞ്ഞാൽ അത് ഡെമോസ്തനീസ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ആ എൻഡ് വരുന്നത് ആക്ഷനിലാണ്. നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് ആ ആശയം മാത്രം കൊടുത്താൽ പോരാ, ആ ആശയത്തിലൂടെ അവർ അത് ചെയ്യാൻ തയ്യാറാകും. ചെയ്യുകയും ചെയ്യുമ്പോൾ മാത്രമേ പ്രസംഗത്തിന്റെ പവറുള്ളൂ, അല്ലെങ്കിൽ പ്രസംഗത്തിന്റെ പേർപ്പസ് സ്വാർത്ഥകമാകുള്ളൂ. അങ്ങനെയായിരിക്കണം ദ പേർപ്പസ് ഓഫ് എ പബ്ലിക് സ്പീക്കർ. പേർപ്പസ് വ്യക്തമായി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ. നമ്മൾ എങ്ങനെയാണ് തയ്യാറാവേണ്ടത്? ഒരു പബ്ലിക് സ്പീക്കിംഗിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ പർപ്പസ് വ്യക്തമായി. ഇനി എങ്ങനെ അവിടേക്ക് എത്തും? അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്ന സ്ഥലം എന്ന് വ്യക്തമായി, പക്ഷെ എങ്ങനെ അവിടേക്ക് എത്തും? ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഇസ് കോൾഡ് ആസ് പ്രിപ്പറേഷൻ. സബ്ജക്ട്. നിങ്ങൾ എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത് ആ സബ്ജക്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആ സബ്ജക്ട് നിങ്ങൾ റിസർച്ച് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നു. വെറുതെ കയറി സൂപ്പർഫിഷ്യൽ ടോക്ക് നടത്തരുത്. പിന്നെ ഡീപ്പസ്റ്റ് ലെവൽ നിങ്ങൾ പോയിരിക്കണം. ഇന്ന പോയിന്റ്സുകൾ ഇന്ന രീതിയിൽ എനിക്ക് അവതരിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരു റിസർച്ച് മൈൻഡിൽ വേണം സബ്ജക്റ്റിനെ സമീപിക്കാൻ. തോന്നിയൊന്ന് വിളിച്ചു പറയരുത്. അത് വളരെ രസമായ സംഭവമാണ്. വിൻസ്റ്റൺ ചർച്ചിലോട് ചോദിച്ചേ, സർ, ഒരു ദിവസം പ്രസംഗിക്കാൻ ഞാൻ എത്രമാത്രം സമയമെടുത്ത് വേണം പ്രിപ്പയർ ചെയ്യാൻ ചോദിച്ചു. അപ്പൊ ചർച്ചിൽ പറഞ്ഞു, ഒരു ദിവസം സംസാരിക്കാനല്ലേ 1 മണിക്കൂർ മതി. 1 മണിക്കൂർ മതി ഒരു ദിവസം സംസാരിക്കാൻ, അത്ര മതി. കാരണം ഒരുപാട് സമയം എന്തൊക്കെ പിടിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാമല്ലോ. അപ്പൊ സാറ് 1 മണിക്കൂർ സംസാരിക്കണമെങ്കിൽ 1 മാസത്തെ പ്രിപ്പറേഷൻ വേണം. പോയിന്റ്. അപ്പൊ സാർ 1 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ 1 വർഷത്തെ പ്രിപ്പറേഷൻ വേണം. ഓ മൈ ഗാഡ്. ഒരു ദിവസം സംസാരിക്കാൻ 1 മണിക്കൂർ മതി എന്ന്. കാരണം പ്രത്യേകിച്ച് വേണമെങ്കിൽ കണ്ടവാനം പറയണ്ടേ, 1 മണിക്കൂർ അവേഴ്സ് പറയണ്ടേ. പക്ഷെ 1 മണിക്കൂറിനുള്ളിൽ കാര്യം അവതരിപ്പിക്കണമെങ്കിൽ 1 മാസം നിങ്ങൾ അതിന് തയ്യാറെടുപ്പ് വേണം. അതിനകത്ത് ചുരുക്കി പറയാൻ പറ്റുള്ളൂ. പക്ഷെ 1 മിനിറ്റ് പറഞ്ഞെങ്കിൽ 1 വർഷത്തെ പ്രിപ്പറേഷൻ വേണം. അതുകൊണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ ഫേമസ് ആയാലും സ്പീച്ച് ഉണ്ടല്ലോ, അദ്ദേഹം കുട്ടികളോട് പറഞ്ഞ ഒറ്റ സെന്റൻസിൽ സ്പീച്ച് അവസാനിപ്പിച്ചു. നെവർ 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 ആൻഡ് നെവർ ഗിവ് അപ്പ്. ദാറ്റ്സ് ഓൾ. ബൈ. മൈ ഗോഡ്, വാട്ട് എ സ്പീച്ച്. അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളിൽ ഒരു ഫേമസ് സ്പീച്ച് അതാണ്. സിംഗിൾ ലൈൻ. എത്ര പവർഫുൾ ആണ്. നെവർ 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 ആൻഡ് നെവർ ഗിവ് അപ്പ്. ഒരിക്കലും ഉപേക്ഷിക്കുന്നു പറഞ്ഞു അദ്ദേഹം. വാട്ട് എ പഞ്ചിങ്. ഒരുപാട് സംസാരിക്കുന്നതല്ല, സംസാരിക്കുന്നത് കുറച്ചാണെങ്കിലും അതിന്റെ ഇമ്പാക്റ്റ് ആണ് പബ്ലിക് സ്പീക്കിംഗിൻ്റെ. ഓഡിയൻസ്. നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ഓഡിയൻസ്, അവരെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ, ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, എങ്ങനെയുള്ളവരാണ്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യമുണ്ട്.
എന്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണത്. എന്നെ ഒരു പള്ളിയിലേക്ക് പ്രസംഗത്തിന് ക്ഷണിച്ചു. അപ്പൊ എനിക്കൊരു ടോപ്പിക് തന്നു, തൃശ്ശൂർ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ താമസിക്കുന്നത് എറണാകുളത്താണ്. ടോപ്പിക് എന്താണെങ്കിൽ യുവജനങ്ങളും പ്രശ്നങ്ങളും. സർ 2 മണിക്കൂറാണ് സ്പീച്ച്. ഗുഡ്. എനിക്ക് 2 ആഴ്ച മുമ്പ് ടോപ്പിക് തന്നു. ഞാൻ യൂത്തുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കളക്ട് ചെയ്തു, അവരുമായ പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, ഗംഭീരമായിട്ട് ഞാൻ 2 മണിക്കൂർ പറയണല്ലോ, ഒരു 4 മണിക്കൂറുള്ള സ്റ്റഫ് ഉണ്ടാക്കി വർക്ക് ചെയ്തു ഗംഭീരമായ. കാരണം അവർ പറഞ്ഞു, സാർ ഇത് ഗംഭീരാക്കണം, ഞങ്ങളുടെ അഭിമാനത്തിലെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് സാറ് വിളിക്കാൻ വന്നത്. ശരി, ഇപ്പൊ അവർക്ക് വിഷമം വേണ്ട. ഞാൻ വളരെ ശക്തമായ രീതിയിൽ ഞാൻ അവിടെ ഇരുന്ന്, ഗേറ്റിലിരുന്ന് ഗംഭീരമായി വർക്ക് ചെയ്തു, കണ്ടമാനം പ്രാക്ടീസ് ചെയ്തു. മൈ ഗോഡ്, ബിഗ് റിസർച്ച് വർക്ക് ഐ ഡിഡ്. ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ എറണാകുളത്തും തൃശ്ശൂർക്ക് വരുമ്പോഴും എന്റെ കയ്യിലുള്ള ബാഗില് പുസ്തകങ്ങളാണ്. എന്ന് വെച്ചാൽ യൂത്ത് ആൻഡ് പ്രോബ്ലംസ്. ഇതിങ്ങനെ വായിച്ചു, കാരണം ഗംഭീരാക്കണല്ലോ, അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞാനിന്ന് വായിച്ച് ആ നോട്ട്സ് ഒക്കെ വീണ്ടും വായിക്കുക. അത് തൃശ്ശൂർ വന്നിറങ്ങി. അന്ന് ഞാൻ ബസ്സിൽ യാത്ര സമയമായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. ബസ്സിൽ അപ്പൊ ഭയങ്കര തിരക്കാ, കുഴപ്പമില്ല, ഇരിക്കാൻ സീറ്റിൽ നിന്നിട്ട് ഞാൻ പുസ്തകം നിന്ന് വായിക്കാണ്. യുവജനങ്ങളും പ്രശ്നങ്ങളും. നമ്മുടെ പ്രസംഗം ഗംഭീരാവണ്ടേ, പെർഫെക്ഷൻ വേണ്ടേ. കുറച്ചപ്പോ സീറ്റ് കിട്ടി. അവർ 2 ബുക്ക് സെറ്റപ്പ് ചെയ്ത് വെച്ച് ഞാൻ വായിച്ചു തുടങ്ങി. പോയിന്റ്സ് ഒക്കെ നടത്തി. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോ ഒരു ഇടവകലാണ്. സമയം വെച്ചിരിക്കുന്നത് 2 മണിയാണ്. 2 മണിക്കാണ് സ്പീച്ച്, യൂത്ത് ആൻഡ് പ്രോബ്ലംസ്, യുവജനങ്ങളും പ്രശ്നങ്ങളും. അങ്ങനെ 2:30 ആൾക്കാർക്ക് വന്നു. അങ്ങനെ ക്ഷണിച്ചാൾക്കാർ എന്നെ റൂമിൽ നിന്നും കൊടുത്തു കൊണ്ടുവന്നു, ചെറിയൊരു ഹാളിക്കാണ്. ഞാൻ ഞെട്ടിപ്പോയത് എപ്പോഴാണെന്നറിയാം. 2 അച്ഛന്മാരുണ്ട്, 4-5 കന്യാസ്ത്രീകളുണ്ട്, പിന്നെ ഒരു 10-15 കുട്ടികള്, പിന്നെ വയസ്സായ കുറെ കാരണവന്മാരും, 3 യുവാക്കളും. 3 യുവാക്കളുമാണ് കേൾക്കാൻ വന്നിരിക്കുന്നത്. എന്റെ ടോപ്പിക് എന്താ? യുവജനങ്ങളും പ്രശ്നങ്ങളും. അപ്പൊ സംഘടിപ്പിച്ചാൽ പറഞ്ഞു, മാഷ വിഷമം തോന്നരുത്, യൂത്ത് വന്നില്ലേ, കാരണം അവർക്കൊന്നും പ്രശ്നങ്ങളില്ല എന്നാ തോന്നുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, എന്റെ പ്രശ്നം എനിക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ പിന്നെ അത് രസമല്ല, ഈ വന്നിരിക്കുന്ന കാരണന്മാരുണ്ടല്ലോ, ഒരിതൊക്കെ നന്നായി പെഗടിച്ചിട്ടിരിക്കുന്നേ. അവരെ പ്രശ്നം മറക്കാൻ വേണ്ടി പെഗടിച്ചിരിക്കുന്നവര്. സാർ എന്തോ പ്രശ്നം സംസാരിക്കാൻ വന്നിരിക്കല്ലേ, അവർക്ക് ഞാനാ പ്രശ്നം. അങ്ങനെ ഭയങ്കര സംഭവമായി. അത് ഉച്ച സമയമല്ലേ, പലരും പകുതി എന്താ ഇടുങ്ങി ആ പ്രശ്നം ഇങ്ങനെ ഉറക്കം വന്നു തുടങ്ങി. കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അവരുടെ സ്മാർട്ടാണ്. ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, എന്തായാലും പ്രിപ്പയർഡ് ആണല്ലോ ഞാൻ, യുവജന പ്രശ്നം സംസാരിക്കണല്ലോ. ഞാൻ ടോപ്പിക് സെറ്റ് ചെയ്തു. എങ്ങനെയെന്നറിയാം, യുവജനങ്ങളിലൂടെ സമൂഹത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇവരൊക്കെ അനുഭവിക്കുന്ന യുവജനങ്ങളുടെ പ്രശ്നങ്ങളല്ലേ. അപ്പോഴേ കോമൺ സെൻസ് ഇന്റലിജന്റലി അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരും. അതുകൊണ്ട് ഒരെണ്ണം മാത്രം പഠിച്ചു പോകരുത്. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറായിക്കോളൂ. പക്ഷെ ആ സ്പീച്ച് പിന്നീട് നമുക്ക് ആവശ്യം വരില്ലോ. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തില് അപ്പൊ 2 മണിക്കൂർ പറയും വേണം, നല്ല ഓഡിയൻസ്. പിന്നെ എനിക്കൊരു കാര്യം അറിയാം, അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓഡിയൻസ് ഇല്ല, അൺഇൻട്രസ്റ്റിംഗ് പ്രസന്റേഷൻ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ സകല ആയുധെടുത്തു, ഇവരൊന്ന് ശരിയാക്കി കൊടുക്കണം. ആൻഡ് ഐ പ്രൈഡ് ഗോഡ്. കാരണം ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി എന്ന സെൻസ് ആണ്. എന്തായാലും ഭാവിയിൽ പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം ഉണ്ടല്ലോ, നീ ഇത് ഫേസ് ചെയ്യ്, നാളെയും ഫേസ് ചെയ്യേണ്ടി വരും. അവിടെ പതറാൻ പാടില്ല. ഉടനെ തന്നെ യൂത്തിന്റെ പ്രോബ്ലം സോഷ്യൽ പ്രോബ്ലമായിട്ട് അവതരിപ്പിച്ചു. ഈ കുട്ടികൾ വളരുമ്പോ, അവർ യുവജനങ്ങളാവുമ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവും പറഞ്ഞു. അപ്പൊ കുട്ടികൾ നാളെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോ പാരന്റ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ ഒരിക്കൽ യുവാക്കളായിരുന്നല്ലോ, അപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഫേസ് ചെയ്യണം. മൊത്തത്തിൽ സോഷ്യൽ ഇഷ്യൂ ഒക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് പ്രസന്റ് ചെയ്തു. എന്റെ ജീവിതത്തില് ഞാൻ പ്രസംഗിച്ചില്ലേ മനോഹരമായ പ്രസംഗങ്ങളിൽ വണ്ടർഫുൾ ആൻഡ് ഗ്രേറ്റസ്റ്റ് സ്പീച്ച് അതായിരുന്നുള്ളതാണ് സത്യം. ആൻഡ് ഐ താങ്ക് ഗോഡ്. കാരണം എന്തുകൊണ്ടാണെങ്കിൽ ആ പവർ അല്ലേ, ആ പവർ ഇപ്പോൾ എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എവിടെ ചെല്ലുമ്പോഴും എനിക്കത് ഓർമ്മ വരും, ഇത് വേറെ ഓഡിയൻസ് ആവാൻ
അത് നമുക്കൊരു മുൻകൂട്ടി തന്നിരിക്കുന്ന ഒരു വാണിംഗ് അല്ലത്. ഇറ്റ്സ് എ ഫോർ വാണിംഗ്. കാരണം ഇങ്ങനെയും സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് ആൻ എക്സ്പീരിയൻസ്. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. പ്രിപ്പറേഷൻ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിന് തയ്യാറാകുമ്പോൾ തന്നെ എവറി ഡേ യു മസ്റ്റ് പ്രിപ്പയർ ഫോർ ഡിഫറെന്റ് ടോപ്പിക്സ്. അപ്പൊ ഓരോ ദിവസവും പബ്ലിക് സ്പീക്കർ പ്രിപ്പറേഷൻ ആണ്. ക്ലിയർ ദ പോയിന്റ്? പിന്നെ നമുക്ക് പ്രിപ്പറേഷനിൽ വേണ്ടത് പെർമിറ്റഡ് ടൈം. എന്താണ്? സമയം ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയും. പെട്ടെന്ന് വിളിച്ചിട്ട് വാക്ക് പറയുമ്പോ ഒരു പ്രാവശ്യം ഞാൻ വിട്ടക്കഴിഞ്ഞ കുട്ടിയോട് കയറി 2 വാക്ക് പറയാൻ പറഞ്ഞു. അവള് പറഞ്ഞാണ് എന്ത്, സാർ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതെന്താ പ്രശ്നം? ഭൂഗുരുത്താക്ഷൻ ന്യൂട്ടൺ പിടിച്ചടിയിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂട്ടൺ നിന്ന് അവിടെ താന്നത് വലിക്കല്ലേ. ഇതുവരെ കുട്ടികൾ എഴുന്നേറ്റില്ല. ശരിയല്ലേ? റൈറ്റ്? അപ്പോ 2 വാക്ക് പറയാൻ പറയുമ്പോ ഒരു സംഭവമുണ്ട്. അമേരിക്കയില് ഒരു സർവേ നടത്തി. നിങ്ങൾ ഏറ്റവും ഭയപ്പെടുന്ന വസ്തു എന്താണ്? ഓപ്ഷൻസ് കൊടുത്തു, അയക്കാൻ പറഞ്ഞു. അതിൽ ഒന്നാമതായി വന്നത് ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. മൈ ഗോഡ്, ഡെത്ത് ഒന്നല്ല വന്നത്. ഭയപ്പെടുന്നത് ഭൂരിപക്ഷം പേരും ഒരു ഗ്രൂപ്പിനെ ഫേസ് ചെയ്ത് സംസാരിക്കാനുള്ള ആ കാര്യത്തിലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എത്ര ഭീകരമായുള്ള ചിന്തയാണത്. നമ്മളെപ്പോലെ മനുഷ്യന്മാരുടെ മുമ്പിൽ ഇരിക്കുന്നത് അവരൊരു ഗ്രൂപ്പായിട്ട് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഇതാണ് ഫസ്റ്റ് വന്നത്. എന്തുകൊണ്ട്? ഇവിടെ വരുന്ന ആദ്യത്തെ പ്രോബ്ലം എന്താണ്? സ്റ്റേജ് ഫ്രൈറ്റ്. സഭാകമ്പം എന്ന് പോലെ മലയാളത്തിൽ സ്റ്റേജ് ഫ്രൈറ്റ്. FRIGHT. ഫ്രൈറ്റ്. പക്ഷേ ഈ സ്റ്റേജ് ഫ്രൈറ്റ്, ഈ സഭാകമ്പം ഞാൻ കയറി എങ്ങനെ ഉണ്ടാവും? ആൾക്കാർ എന്ത് വിചാരിക്കും? എനിക്ക് പറയാൻ പറ്റുമോ? ശരിയാവോ തെറ്റോ? ആകെ ഒരു വെദർ ഐ മേ കട്ട് എ സോറി ഫിഗർ മൈസെൽഫ്, ഞാൻ ഫൂളായി പോവോ? അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുന്ന സമയമാണത്. ആ സ്റ്റേജ് ഫ്രൈറ്റ്. ഈ ഫ്രൈറ്റിലെ സ്പെല്ലിംഗ് FRIGHT ആണല്ലോ. അതിൽ 6 നിൽക്കുന്ന അറിയാം സ്പെല്ലിംഗ്. റിമൂവ് മീ എന്ന് പറയുന്നത്, എന്നെ നീ ഒഴിവാക്കാൻ. അപ്പൊ അത് വീട് എന്തായി മാറും? സ്റ്റേജ് ഫ്രൈറ്റ്. എന്താണ് സ്റ്റേജ് ഫ്രൈറ്റ് അല്ല വരണം. നമുക്ക് എന്താ പറഞ്ഞ? സ്റ്റേജിൽ ഫൈറ്റ് ചെയ്ത് നമ്മള്. ആർ റെഡി? നമ്മൾ ഫൈറ്റ് ചെയ്യും. എങ്ങനെ? അതാണ് പറയാൻ പോണത്. ചിലരൊക്കെ വന്ന് നിൽക്കുമ്പോഴുണ്ടല്ല, വന്ന് നിൽക്കില്ലേ, നിൽക്കണ സമയത്ത് കണ്ണീന്ന് ചെറു വെള്ളം വരും, തലയിട്ടമാരി, കൈയൊക്കെ വേർത്ത്, കാലൊക്കെ വേർത്ത്, നെഞ്ചിടിപ്പ് കൂടി, വയറൊരു ബട്ടർഫ്ലൈ നടക്കുന്ന മാതിരിയാണ്. എന്തൊരു സംഭവം ഇത് പറഞ്ഞ മാതിരിയാണ്. തകർന്ന് തളർന്ന് എന്നെ വിളിക്കും. ചിലര് പേര് വെച്ച വരില്ല. നിന്റെ പേര് പ്രസംഗിക്കാൻ വെച്ചിട്ട് അന്നാ മുങ്ങ വിടുന്നു. ശരിയല്ല? യേശു 3 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നു. ഇവൻ വരില്ല. 3 വർഷത്തിലും വരില്ല. കാരണം എന്താ? ഈ അടുത്ത വർഷത്തിൽ വെച്ചല്ല. യു അണ്ടർസ്റ്റാൻഡ്? വരില്ല. പേടി. അപ്പൊ ഈ സ്റ്റേജ് ഫ്രൈറ്റ് ആണ് പല ആൾക്കാരും പേടിപ്പിക്കുന്നതാണ്. ശരിയല്ലേ? അതെങ്ങനെ ഓവർകം ചെയ്യാം? എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. എന്നെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ കൊണ്ടു നിർത്തി. ഗേൾസും ബോയ്സും ഇരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിലാണ്. അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കും പ്രസംഗനാവാം. ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ്. അപ്പൊ ഞാൻ ഉള്ളി പറഞ്ഞു, എന്നെ കൊണ്ട് പരിപാടി സാർ എന്തോരം ക്ലാസ് എടുത്തോ, നമ്മൾ ഇവിടെ ഇരിക്കാൻ തയ്യാറാ, കൈയടിക്കാൻ. യു ആർ ഗ്രേറ്റ്, മീ ഹിയർ. നമ്മുടെ പോസ്റ്റ് ഇവിടെയാണ്. കാരണം നമ്മൾ അതാ ശീലിച്ചിട്ടുള്ളത്. സ്കൂളൊക്കെ പഠിക്കുമ്പോ സാധാരണ കുറെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ചാൻസ് കിട്ടുക. അതും നെഹ്റുവിന്റെ കാലഘട്ടം. ഏത്? നവംബർ 14 ഈ പരിപാടി നടക്കുക. പ്രകട പ്രസംഗം. ഓർമ്മയില്ല നിങ്ങൾക്കത്?
നവംബർ 14 ചാച്ചാജിയുടെ ജന്മദിനം. വർഷങ്ങൾക്ക് മുമ്പ് 2 റൗണ്ട് അടിക്കലും ജയൻ. നമ്മൾ മുമ്പിലുണ്ട്. തെറ്റ് കഴിഞ്ഞാൽ കല്ലെടുത്തെറിയാൻ. കാരണം നമ്മളെ കൊണ്ടതാ പറ്റുള്ളൂ. സ്റ്റേജിന് മുമ്പിൽ നിൽക്കുക. കാരണം എന്ത്, നമുക്കൊന്നും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. കയറി നിൽക്കും നമ്മള്, അത് നിൽക്കൂല. മുമ്പിലിരിക്കാൻ നല്ല സുഖമല്ലേ? കയറി നിന്നപ്പോഴാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മൈ ലൈഫ് അക്കൗണ്ട്. അപ്പോ എന്നെ ആദ്യമായി കൊണ്ടു നിർത്തി. എന്തേലും പറഞ്ഞു ശരി നിക്കല്ലേ വേണ്ടു, നിന്നു. 2 വാക്കല്ലേ പറയണ്ടോ? 2 വാക്ക് പറയാൻ കാണിച്ച പണി എനിക്കല്ലേ അറിയുള്ളൂ. എന്നെ കൊണ്ട് നിർത്തി. അന്ന് ഞാൻ ചെയ്തൊരു ഒറ്റ അബദ്ധം ചെയ്തുള്ളൂ. എന്റെ ജ്യേഷ്ഠന്റെ പാൻസ് ഇട്ടാ ഞാൻ പോയി. പച്ച പാൻസും കിളിപ്പച്ച ഷർട്ടും. അത് കോമ്പിനേഷൻ ആയിക്കോട്ടെ, ഞാൻ കുറവ്. അങ്ങനെ ഞാൻ അവിടെ നിന്നു. ധൈര്യത്തിൽ നിന്ന് ഓർമ്മയുണ്ട്. ഈ ക്യാമ്പിന് തന്നൊരു ബുക്ക് ഉണ്ടായിരുന്നു, റൈറ്റിംഗ് പാഡ്. അത് മടക്കി പിടിച്ചു. ഇങ്ങനെ നിൽക്കണം ഞാൻ. അങ്ങനെ മൈക്രോഫോണൊന്നും ഇല്ലേ, പിടിക്കാൻ സാധനമില്ലേ അവിടെ. വീണെങ്കിൽ പിടിക്കാൻ സാധനം വേണ്ട. ഞാൻ ഈ സാധനം പിടിച്ചു. ധൈര്യത്തിന് വേണ്ടി പിടിച്ചതാണ്. ഇന്ന് ഓർമ്മ, ഇപ്പൊ പറയുമ്പോൾ എനിക്ക് ആ രംഗം ഓർമ്മ വരുന്നുണ്ട്. ഇങ്ങനെ പിടിച്ചു. പ്രിയ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ അതല്ല ഓർമ്മയുണ്ട് എനിക്ക്. അതിപ്പോ ഓർമ്മയുണ്ട്. പിന്നെ മിണ്ടാൻ പറ്റണ്ടേ? ഇവിടെ വരെ എന്തൊക്കെ വരുന്നു, ഇവിടുന്ന് അങ്ങോട്ട് വരുന്നില്ല. ആകെ കണ്ണിലേക്ക് ഇരുട്ട് പറഞ്ഞാൽ മരുന്ന്. അപ്പൊ എല്ലാവരും എന്നെ നോക്കണ്ടി ഇരുന്നിട്ട് ഭയങ്കര പുലിയോ. എവിടെ പുലി? ആകെ കഷ്ടായി. അന്ന് അപ്പത്തെ ഈ പാൻസിന്റെ പ്രത്യേകം എന്താണെങ്കില് കാലുകൾ ഇങ്ങനെ വിറക്കല വരുന്നിട്ട്. എന്താണെങ്കിൽ അറിയില്ല, ഉള്ളിലല്ലേ വിറക്കുള്ളോ. ഇത് ഈ പച്ച പാൻസ് കിടക്കുന്ന വിറക്കല്ലേ. ഞാൻ 3 സെന്റൻസ് തേങ്ങ ഞാൻ നിർത്തി. ഞാൻ റൂമിലേക്ക് ഓടി. പാൻസ് കുറിച്ചു തേങ്ങാര് മുഴുവൻ സാധനം. ഈ പരിപാടി ഇനി വേണ്ട. ഞാൻ അന്ന് രാത്രി വീഡിയോ തീരുമാനിച്ചു. ഞാൻ എന്നെ കൊണ്ടുപോയി വേണം. എന്റെ ഫ്രണ്ട് ഉണ്ട്, അവനെ ലീഡർ. അതെ ഞാൻ ഇന്ന് ഇവിടുന്ന് വിടാൻ പോവാ. എന്താ ഈ പരിപാടി? കാരണം അതിന് ബാക്കി നാളുണ്ട്. ഇതിന് ബാക്കി നാളുണ്ട്. അതിന്റെ അവസ്ഥ ഇന്ന് നാളെ ഇങ്ങനെയായിരിക്കും. അതെന്റെ സീനിയറാണ്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം. കാരണം അദ്ദേഹം എന്നെ ഇൻസ്പയർ ചെയ്തു, ഇൻഫ്ലുവൻസ് ചെയ്തു അലോട്ട്. അദ്ദേഹമാണ് എന്റെ പബ്ലിക് സ്പീക്കിലെ ടേണിംഗ് പോയിന്റ്. നൗ ഈസ് അഡ്വക്കേറ്റ് ബിജു കൊണ്ടുള്ള. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഇദ്ദേഹമാണ്, ബിജു ആണ് പ്രസംഗത്തിന്റെ അധിപൻ. കാരണം നല്ല സ്പീക്കറാണ് ആള്. ഞാനൊക്കെ വളർന്ന സംഘടന KCS അതിന്റെ രൂപത പ്രസിഡന്റ്. അപ്പൊ ഈ ബിജു പ്രോഗ്രാമിൽ പങ്കെടുത്ത് പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര കൈയിടുക. നല്ല പ്രസംഗമാണ്, എക്സലന്റ്, ഇൻസ്പയറിംഗ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും കൈയടിക്കുന്നു, ഇവന് ആരാധന കിട്ടുന്നു, ഷൈൻ ചെയ്യുന്നു. അപ്പൊ നമ്മൾ വളരെ സന്തോഷമാക്കാൻ നമ്മുടെ സ്കൂളത്തെ പൈനല്ലേ. അപ്പൊ ഞാനൊക്കെ പറയും, ഞങ്ങളുടെ സ്കൂളത്തെ ലീഡർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര സംഭവമല്ലേ. പിന്നെ ഞങ്ങളോടും പറയുന്ന ആൾക്കാർ, ഓ നിങ്ങളുടെ അവിടുത്തെ ലീഡറാണല്ലേ, ഗ്രേറ്റ് സ്പീക്കർ. അപ്പോൾ നമ്മുടെ മനസ്സിലില്ല എന്ത് ഇതേമാതിരി ആവണമെന്ന്. അവിടെ കൂടെ നിന്നാ മതി. വെറുതെ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുന്ന മാതിരി നമ്മുടെ ആള് അതിന്റെ സുഖം ഭയങ്കരല്ലേ. അപ്പോ അദ്ദേഹമായിരുന്നു ഇതിന്റെ ലീഡറായിരുന്നപ്പോ വളരെ കുഴപ്പമില്ല, നീ ഒന്ന് ഉഷാറാവ്, ഒരുപാട് ആശ്വസിപ്പിച്ചു. അങ്ങനെ കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, മോനെ ഒക്കെ നന്നാവും. ഓ താങ്ക് യു സിസ്റ്റേഴ്സ്, വളരെ സ്നേഹത്തില്. അവർക്ക് ആഗ്രഹം നമ്മൾ നന്നാവും തന്നെ ആഗ്രഹം. ഒരു ദിവസം 2ാം ദർശനം പറഞ്ഞ് വേണ മുങ്ങാൻ പറ്റില്ല, ഇവിടുന്ന് ക്യാമ്പിൻ്റെ ഉള്ളിൽ പോയില്ലേ. 2ാമത്തില് വന്ന് അപ്പൊ അതിനൊരു സംഭവം ഉണ്ട്, കുറെ ഗെയിംസ് ഒക്കെ ഉണ്ട്, ഐസ് ബ്രേക്കിംഗ്. അത് പിന്നെ നമുക്ക് പറ്റിയ പരിപാടിയാണല്ലോ. ചാട ഓട ഇതെല്ലാം വേറെ പരിപാടി ഉണ്ടായിട്ടില്ല. മുഴുവൻ നാട്ടിലെ പറമ്പ് ഓടലോട് പണിയായിരുന്നു. വെയിൽ ചാട മനസ്സിലായിണ്ടാവും. ഇതൊക്കെ ആയിരുന്നു പണി. അപ്പൊ നമ്മൾ അതിൽ എക്സ്പെർട്ട് ആണല്ലോ. അപ്പൊ കുറേ ആക്ടിവിറ്റീസ് പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് എനർജി കിട്ടിയ മാതിരി തോന്നി. പെട്ടെന്ന് സെഷൻ വന്നു. അപ്പോ ജെയിംസ് പി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന ക്ലാസ് എടുത്തു. അതായത് പ്രത്യേകം ഞാൻ മറക്കാൻ പറ്റുന്നത് അതൊക്കെ ഇൻഫ്ലുവൻസ് പറയുന്നത്. ക്ലാസ് വാസ് എക്സലന്റ് ഓൺ പബ്ലിക് സ്പീക്കിംഗ്, ഹൈലി ഇൻസ്പയറിംഗ് ക്ലാസ്. അദ്ദേഹത്തിനൊക്കെ വാക്ക് അതിനെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പിന്നെ ഞാൻ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പഠിക്കുമ്പോൾ ഈ ജെയിംസ് എന്ന് പറയുന്ന ക്ലാസ് എടുത്ത വ്യക്തി അദ്ദേഹം ചെയർമാനായിരുന്നു. ആ വർഷം ചെയർമാൻ എലക്ട് ചെയ്യപ്പെട്ടു.
അദ്ദേഹത്തിന്റെ ഒറ്റ പ്രസംഗം കൊണ്ട് ആ യൂണിയൻ മുഴുവൻ നേടിയെടുത്തു എന്നുള്ളതാണ്. സമ്മതിച്ചു കൊടുത്തു. അപ്പൊ എല്ലാവരും പറയും വാട്ട് എ സ്പീക്കർ, ഗ്രേറ്റ് സ്പീക്കർ. അത് സമ്മതിക്കേണ്ടതാണ്. അദ്ദേഹമാണ് ക്ലാസ് എടുത്തത്. ആ ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ എവിടേക്കൊരു സാധനം കിട്ടിയവന് തോന്നി. 2 സെന്റൻസ് പറയാൻ തോന്നി. കാരണം ബിജുവിന്റെ ഇൻസ്ട്രക്ഷനും ആൻഡ് ഇദ്ദേഹത്തിന്റെ ക്ലാസ്സും കേട്ടപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ വന്നു. അങ്ങനെയാണ് ഞാൻ വാക്കുകൾ കുറച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിച്ചത്. സെക്കൻഡ് ഞാൻ കുറച്ച് സെന്റൻസ് പറഞ്ഞു. പിന്നീട് എവിടെയൊക്കെയോ ഒരു ഫീലിംഗ്, നമ്മൾ എന്തൊക്കെയോ പറയുന്ന വ്യക്തിയാന്നുള്ളത്, ആ ഒരു ഫീലിംഗ് ഉള്ളിൽ വന്നു ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ. അങ്ങനെ നാട്ടിലെത്തുമ്പോൾ നമുക്കൊരു റോൾ മോഡൽ വേണമല്ലോ. അപ്പൊ ഞാൻ മിസ്റ്റർ ബിജു കുണ്ടറത്ത് ഞാൻ റോൾ മോഡലാക്കി. ഇതമാതിരി ഞാനാവും. അപ്പൊ ഇദ്ദേഹത്തെ ഒബ്സർവ് ചെയ്ത് എന്റെ പണിയായിരുന്നേ. എങ്ങനെ പറയുന്നു അത് കണ്ടെത്തുക, വിന്നേഴ്സിനെ ഫോളോ, യെസ് ഓർ നോ, ട്രൂ. പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം നന്നായി പ്രസന്റ് ചെയ്യുന്നു, നന്നായി വായിക്കുന്നു. അങ്ങനെയാണ് നല്ല പുസ്തകമൊക്കെ വായിക്കാനുള്ള മനസ്സ് വരുന്നത്. എന്റെ ഫാദറും പറയാറുണ്ട് വായിക്കണം. അതും ആളും ഇൻസ്പയർ ചെയ്തു. ഇതും എനിക്ക് ഒരു ഇമ്പാക്ട് കിട്ടി. അങ്ങനെ വായനയും ആരംഭിച്ചു. പിന്നീട് പ്രസംഗം എൻ്റെ ഒരു പാഷനായി മാറി. അത് പറയുന്നത് ഫോളോ ദ ഗ്രേറ്റ് സ്പീക്കേഴ്സ്, ഫോളോ ദ വിന്നേഴ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അപ്പോ നമുക്കൊരു മോഡലിംഗ് കിട്ടണം. ഫസ്റ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിഗിനിങ്ങിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഫീലിംഗ് നിങ്ങൾ ബോധർ ചെയ്യണ്ട. നിങ്ങൾക്ക് ബിഗിനിങ്ങിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ യു ഫോളോ എ സക്സസ്ഫുൾ പബ്ലിക് സ്പീക്കർ. ഒരാളെ മുന്നിൽ കാണാൻ ഞാൻ ആളെ പോലെ ആവും. ഇതൊക്കെ ഇപ്പം ഉണ്ടാവും. കാരണം ഒരു ബിഗിനർക്ക് എന്നുള്ള പെയിൻ ഉണ്ടാവും. ശരിയല്ലേ? ഒരു ബിഗിനർക്ക് എപ്പോഴും എന്തുണ്ട്? പെയിൻ ഉണ്ട്. എക്സ്പേർട്ടിന് അത് പ്രഷറാണ്. ഞാൻ എൻ്റെ എല്ലാ സ്പീച്ചിലും പറയാറുണ്ട്, an expert was a beginner. A beginner can be an expert. ഇന്ന് തുടങ്ങിയാലും നമ്മൾ എന്താവുള്ളൂ? എക്സ്പെർട്ട് ആവുള്ളൂ. അപ്പൊ ധൈര്യം തുടങ്ങും നിങ്ങൾ. അപ്പൊ പേടിച്ചു മാറ്റി ഒരു കാര്യമില്ല. നെവർ എവർ. നമ്മൾ ഫേസ് ചെയ്താൽ മാത്രം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇംപ്രസീവ് ബിഗിനിങ്. എന്താണ് ഇംപ്രസീവ് ബിഗിനിങ്? പ്രസന്റേഷനിൽ ശ്രദ്ധിക്കുന്ന കാര്യം, നമ്മൾ ഓഡിയൻസിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മിനിറ്റ് വളരെ നിർണായകമാണ്. വെരി ക്രൂഷ്യൽ. കാര്യങ്ങൾ അവതരിപ്പിക്കലല്ല ആദ്യത്തെ പരിപാടി. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഓഡിയൻസുമായിട്ട് ഒരു റാപ്പോ, ഒരു ആത്മബന്ധം ഉണ്ടാക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരിക്കലും നിങ്ങൾ മാറ്ററിനെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി തിക്കും തിരക്കൊന്നും കാണിക്കരുത്. വന്ന വഴിയുടെ സ്പീച്ച് തുടങ്ങി. നോ, ദാറ്റ്സ് റോങ്. ക്രിയേറ്റ് എ റാപ്പോ. അവിടെയാണ് സക്സസ് ആരംഭിക്കുന്നത്. അവിടെ തുടങ്ങുമ്പോൾ നിങ്ങളുടെ വോയിസിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ അപ്പിയറൻസ് അത് ഇംപ്രസീവ് ആയിരിക്കണം. വോയിസ് ഇംപ്രസീവ് ആയിരിക്കണം. നോട്ട് ഇൻ എ ഹറി. തിരക്ക് പിടിച്ച് ആരംഭിക്കരുത്. വോയിസ് കൺട്രോൾ ചെയ്ത് ഓഡിയൻസ് നോക്കി അല്പം ഗ്യാപ്പിട്ട് ബിഗിൻ സ്ലോലി വിത്ത് പോസസ്. അങ്ങനെ നിങ്ങൾ ആരംഭിക്കണം. അപ്പൊ ബിഗിൻ ചെയ്യാൻ പല മെത്തേഡ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കൊട്ടേഷൻ ഉപയോഗിച്ച് ആരംഭിക്കാം. മഹാത്മാർ ഉദ്ധരണി. അതിനടുത്താണ് സംഭവത്തെ ബന്ധപ്പെടുത്തി സംസാരം ആരംഭിക്കാം. സ്റ്റോറിയിൽ ആരംഭിക്കാം. ഒരു കവിതയിൽ ആരംഭിക്കാം. അതിൽ നേരിട്ടൊരു മാറ്റർ പറഞ്ഞ് ആരംഭിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണേ ഓപ്പൺ ചെയ്യുന്നത് അട്രാക്റ്റീവ് ആയിരിക്കണം. ഷുഡ് ബി കാച്ചി. സ്റ്റോറി ആരംഭിച്ചു, പക്ഷെ നിർത്താൻ പറ്റില്ല. അവസാനം ഒഴിഞ്ഞു നിർത്തിച്ചു മതി. ഇത്ര സ്റ്റോറി ഇഷ്ടം പോലെ ഉണ്ട്. ഈ സ്പീച്ച് വേണ്ട. സ്റ്റോറി ടെല്ലർ, പബ്ലിക് സ്പീക്കർ പോയി. അപ്പോ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ക്യൂരിയോസിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി എ ക്യൂരിയോസിറ്റി. അത് വരണം. അവരാണ് ഗ്രേറ്റസ്റ്റ് പബ്ലിക് സ്പീക്കേഴ്സ്. അപ്പോ ഓപ്പണിംഗ് മസ്റ്റ് ബി എക്സലന്റ്. അല്ല വന്നു നിന്നിട്ട് ഞാൻ എന്താ പറയാന്ന് എനിക്ക് തന്നെ മനസ്സിലിച്ചല്ലേ 2 വാക്ക് പറയാം. അതൊക്കെ ഒരു ഓപ്പണിംഗ് ആണ്. ആർക്കോ വേണ്ടി പറയുന്ന മാതിരി വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല മനോഹരമായി ഓപ്പൺ ചെയ്യാൻ പറ്റണം. അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെങ്കിൽ മാറ്ററിൽ കിടക്കലല്ല, ശരിക്കും ഇൻ ടു ദ ഹാർട്ട്സ് ഓഫ് ദ ഓഡിയൻസ്.
ഓഡിയൻസിന്റെ സദസ്സിന്റെ ഹൃദയങ്ങളിലേക്ക് അടക്കലാണ് ഒരു പബ്ലിക് സ്പീക്കർ. അതിനുള്ള ടിപ്സ് ആദ്യം വേണ്ടത്, സ്റ്റെപ്സ് ആദ്യം വേണ്ടത്. അതിൽ ഏറ്റവും വലിയ സംഭവമാണ് സൈലൻസ്. ആ ഗ്യാപ്പിട്ട് ആരംഭിക്കുക. കാരണം നിങ്ങളൊരു സെന്റൻസ് പറയുമ്പോ, ഇപ്പോ ഉദാഹരണത്തിന് ഡിയർ ഫ്രണ്ട്സ് ബ്രേക്ക് ചെയ്യുക. Today is wonderful day. Break here. We have gathered here for an important program. Another friends, today is a very important day. We have gathered here for an important program. നിങ്ങൾ അവർ attract the attention of the audience. അപ്പോൾ ഓരോ പ്രാവശ്യം ബ്രേക്ക് ചെയ്യുമ്പോൾ ഓഡിയൻസിന്റെ പല ഭാഗം നോക്കുക. And take everybody into your hand. അവർ മുഴുവൻ കയ്യിലെടുക്കുന്ന ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക. Make them as a whole group in your hand. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. പലരും അങ്ങനെയല്ല, കുറച്ച് കാര്യം എങ്ങനെ അറിയാം, വേഗം പറയട്ടെ. ഓഡിയൻസിനെ കുറിച്ച് ഒരു ബോധലക്ഷണവും ഇല്ല, കുറച്ച് ഓഡിയൻസിന് അയാളെ കുറിച്ച് ഒരു ബോധലക്ഷണവും ഉണ്ടാവില്ല. That's a wrong beginning of public speaking. So impressive beginning ഉണ്ടായിരിക്കണം. അതിൽ well begin is half done എന്ന് പ്രോബബ്ലി പറയുന്നത്. വെൽ ബിഗിൻ ഈസ് ഹാഫ് ഡൺ. കാരണം ആ ഓപ്പണിംഗ് തന്നെ കയ്യിൽ പോയി കഴിഞ്ഞാൽ, നമ്മൾ ക്രിക്കറ്റിൽ പറയില്ലേ, ഓപ്പണിംഗ് സ്ലോ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പണിയുണ്ട്. ആ ഓപ്പണിംഗ് എക്സലന്റ് ആയി പിന്നെ പണി കുറഞ്ഞു പറയില്ലേ. സെയിം ഇൻ പബ്ലിക് സ്പീക്കിംഗ്. വോയിസ് മോഡുലേഷൻ. നിങ്ങളുടെ വോയിസ് പക്ക കൺട്രോൾ ആയിരിക്കണം. അത് ഓഡിയൻസിന്റെ എണ്ണം അനുസരിച്ചിരിക്കും. ചെറിയ ഓഡിയൻസ് വന്നിട്ട് അലറി സംസാരിക്കരുത്. ആകെ 5 പേരുള്ളൂ സുഹൃത്തുക്കളെ, അവര് വേറെ ആൾക്കാരോട് വന്നിട്ട് ഇതെന്തിനീ ആൾക്കാരെ പേടിപ്പിക്കുന്നേ? അവസാനം അല്ല, ഉറക്കെ പറഞ്ഞ അവസാനം സൗണ്ട് കിട്ടുന്നുണ്ടോ? സുഹൃത്തുക്കളെ സൗണ്ടൊക്കെ പോയി. വന്ന വഴി മുഴുവൻ എനർജി കളഞ്ഞു. ദാറ്റ്സ് എ റോങ് ആസ്പെക്ട്, റൈറ്റ്? അപ്പൊ അതുകൊണ്ട് ഓഡിയൻസിന്റെ ആ എണ്ണ അനുസരിച്ച് വേണം സൗണ്ട് മോഡുലേഷൻ കൊണ്ടുവരാൻ. തുടക്കത്തിൽ എപ്പോഴും ലോ വോയിസിൽ ആരംഭിക്കാൻ നല്ലത്. കാരണം പിന്നെ എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ലോ വോയിസിൽ ആദ്യം ആരംഭിക്കാം മിക്കവാറും ആൾക്കാർ. അൺലെസ് ഇറ്റ്സ് എ മോട്ടിവേഷൻ സ്പീച്ച്. അത് പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞ് തുടങ്ങാം. നോർമൽ പബ്ലിക് സ്പീക്കിങ്ങിൽ, ഒരു ഫോർമൽ പബ്ലിക് സ്പീക്കിങ്ങിൽ ആരംഭിക്കുക എങ്ങനെയായിരിക്കും? സ്ലോ, ലോ വോയിസ്. പിന്നെ പതുക്കെ അത് നിങ്ങൾ നമുക്ക് ഉയർത്തി കൊണ്ടുവരാം, നോ ഡൗട്ട്. അതിൽ വലിയൊരു പ്രതിഭയല്ല സുകുമാഴിക്കോട്. പ്രൊഫസർ സുകുമാഴിക്കോട് ഭയങ്കരമാണ് ആ കാര്യത്തിൽ. വളരെ സ്ലോയിൽ ആരംഭിക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ സംസാരത്തിൽ നമ്മൾ ഇങ്ങനെ ഇരുന്ന് പോകും. ഞാനൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. ഇത് നമ്മളറിയില്ല എവിടേക്കെന്നുള്ളത്. വാട്ട് ഇസ് ദാറ്റ്? അതാണ് പവർ ഓഫ് വോയിസ് കൺട്രോൾ. വോയിസിന്റെ കളി സമ്മതിച്ചു കൊടുക്കും. അതിങ്ങനെ ഒരു ഫ്ലോ ആണ്, പിന്നെ മാഗ്നറ്റിക്. അപ്പോ പെട്ടെന്ന് ഓടി ചാടിയൊന്നും സംസാരിക്കരുത്. മേക്ക് എ ഫ്ലോ, ദ റിതം. വോയിസ് ആ റിതം ഉണ്ടല്ലോ നമ്മുടെ, റൈസ് ചെയ്യണം, ഇടയ്ക്ക് ഫാൾ ചെയ്യണം, ഇടയ്ക്ക് ഫ്ലാറ്റ് ആവണം. ഇത് ഒരേപോലെ പറഞ്ഞ എന്താ സ്ഥിതി? സംഗീതത്തിന്റെ ഭംഗി എന്താ? 1000 പാസറുകൾ നമുക്കും പാടാനും പറ്റും. ദാസിന് മാത്രമേ പറ്റുള്ളൂ. ഞാൻ പാടി കാണിച്ചു തരാം. അതിന് വേറെ പാട്ടിന് പേര് കൊടുക്കില്ല. സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന നടത്തി സാറ്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? നമ്മള് സംഗതി പോയി എന്ന് പറയുന്നില്ല. അത് മനസ്സിലായില്ല. സംഗതി അതന്നെ ശരത്ത് പറയുന്നില്ലേ, സംഗതി പോയിന്ന്. ഇത് തന്നെയാണ്. ആ റൈസിങ് ആൻഡ് ഫാളിങ് അതെന്തായിരിക്കണം? അതിന്റെ ബ്യൂട്ടി, അത് വോയിസ് മോഡ്, അത് നമ്മുടെ പാഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. അത് വരും നമുക്ക് ശരിക്കും. വെൻ യു ഇൻവോൾവ് ഇൻ യുവർ സ്പീച്ച്, അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ ആ വോളിയം കൺട്രോൾ ഒക്കെ വരും. അപ്പോൾ വോയിസ് മോഡുലേഷന് ഒന്ന് വോളിയം, എത്രമാത്രം വോളിയം സംസാരിക്കണം, അത് കോമൺ സെൻസ് വിട്ടിട്ട് അങ്ങനെ പറയാം ഞങ്ങളത്. അതുമാതിരി പിച്ച്, അതിന്റെ സ്പീഡ് എത്രയായിരിക്കണം, എത്ര സ്പീഡില്, എത്ര ഉയർത്തി, അതൊക്കെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒബ്സർവേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ അതിന് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പറയാം. സ്പീച്ച് റെക്കോർഡ് ആൻഡ് ലിസൺ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത്ര സൗണ്ട് എടുക്കേണ്ടിയിരുന്നില്ല. ചില സ്പീച്ച് ഒരു അട്ടഹാസമായി, അത് പാടില്ല. ചില വോയിസ് പതുങ്ങിയിരിക്കും. അങ്ങനെ ഇങ്ങനെ സംസാരിക്കും സുഹൃത്തുക്കളെ, ഒരേപോലെ പറഞ്ഞു. See, you are alive on the stage, not dead.
ഒരു ഡെഡ് പേഴ്സൺ പോലെ സംസാരിക്കരുത്. യു ആർ അലൈവ് ഓൺ ദ സ്റ്റേജ്. ഷോ ദാറ്റ് യു ആർ അലൈവ്. നിങ്ങൾ സ്റ്റേജുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തോന്നണ്ടേ? ആ തോന്നൽ വരുന്ന വോയിസ് കൺട്രോൾ ആണ്. പ്ലീസ്, അതുകൊണ്ട് വളരെ കോൺഷ്യസ് ആയിരിക്കണം അബൌട്ട് യുവർ വോയിസ് മോഡുലേഷൻ. പ്ലീസ്. പോസസ് ആൻഡ് പഞ്ചിങ്. പോസസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തില്ലേ? നമ്മൾ എവിടെയൊക്കെയാണോ പ്രത്യേകിച്ചൊരു ഫോഴ്സ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആഗ്രഹിക്കുന്നത്, അവിടെ പോസസും പഞ്ചിങ്ങും വരും. അതെന്ന് ഓർക്കുന്നുണ്ട്. ഒരാള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അപ്പോ മറ്റൊരാളെ കുറിച്ച് അദ്ദേഹത്തെ കുറിച്ചുള്ള മോശമായ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അതിൽ ഓപ്പോസിറ്റ് പറയുന്നത്. ഇതാം പ്രസംഗം തുടങ്ങി മറ്റാളെ നെഗറ്റീവ് മുഴുവൻ പറയണം. എക്സ്ട്രീമെത്തിട്ട് ഐ ഡോണ്ട് ലൈക്ക് ദിസ് പേഴ്സണാലിറ്റി ബിക്കോസ് എന്ന് പറഞ്ഞു. ബ്ലോക്കായി. ഇയാൾക്ക് എന്താ പറയണ്ടെന്ന് എനിക്ക് ഐഡിയ ഇല്ല. ബിക്കോസ് നിന്ന് പോയി കുറച്ചു നേരം. പറഞ്ഞു ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഹിസ് പോളിസി. അതൊക്കെ പറഞ്ഞു. സ്പീച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരെന്ന് പറഞ്ഞു സ്പീച്ച് അതിഗംഭീരമായിരുന്നു. താങ്ക് യു. പ്രത്യേകിച്ച് സാർ ഒരു നിർത്തില്ലേ, ബിക്കോസ് നിർത്തിയില്ലേ, ഞങ്ങളൊക്കെ ശരിക്കും ആകെ വയർത്തുപോയി. കാരണം ഇനി എന്താ സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതന്നെയായിരുന്നു എന്റെ അവസ്ഥ. അതന്നെയായിരുന്നു എന്റെയും. ഇനി എന്താ പറയേണ്ടത് എനിക്കറിയില്ലായിരുന്നു എന്ന്. അന്നാൾ പഠിച്ചു എന്ത്, ഈ പോസ്റ്റിങ്ങിന്റെ പാസ് എവിടെ വെച്ച് നിർത്തുക, ആ ഒരു ഗ്യാപ്പ് കൊടുക്കില്ലേ, അതിന്റെ ഇമ്പാക്ട് ഉണ്ട്. നിങ്ങള് ആൾക്കാർ അങ്ങനെയായി പോയിന്ന്. പിന്നെ ലോങ് പോസ്റ്റസ് കൊടുക്കരുത് കേട്ടാ. പിന്നെ അവര് ഫില്ല് ചെയ്യും. സാറ് ബാക്കി ഞങ്ങൾ പറഞ്ഞോണ്ട് നിർത്തിയിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് നിൽക്കണ് അന്ന് അത് പറയും, ഓ അന്ന് ഒന്നും ഉണ്ടായില്ല സാർ, താങ്ക് യു. അവരെ കൊണ്ട് ഫില്ല് ചെയ്യിക്കരുത്. യു അണ്ടർസ്റ്റാൻഡ്. പിന്നെ പഞ്ചിങ് എന്താണ്? അതല്ല, നിങ്ങൾ ഏത് വാക്കിനാണ് നിങ്ങൾ നോക്കിയാൽ. ഇപ്പോ ഒരു സെന്റൻസ്, ദിസ് ബുക്ക് ഈസ് മൈൻ, ദിസ് ബുക്ക് ഈസ് മൈൻ എന്ന് പറയാണ്. ദിസ് ബുക്ക് ഈസ് മൈൻ, ദിസ് ബുക്ക് ഈസ് മൈൻ. എവിടെ പവർ കൊടുത്ത്? ദിസ്. ഇത് എന്റെ പുസ്തകം അല്ലേ? ദിസ് മറ്റേ പുസ്തകമല്ല, ദിസ്. ഇനി ദിസ് ബുക്ക് ഈസ് മൈൻ. അവിടെ പല സാധനങ്ങളുണ്ട്, പക്ഷെ ബുക്കാണ് എന്റെ. ദിസ് ബുക്ക് ഈസ് മൈൻ, പുസ്തകം എന്റെ ആണ്. അവിടെ പല വേറെ ഐറ്റംസ് ഉണ്ടെന്ന്. ദ ബുക്ക് ഈസ് മൈൻ, ദ ബുക്ക് ഈസ് മൈൻ. ഇപ്പോഴും എന്റെ എന്നർത്ഥല്ലേ? ദ ബുക്ക് ഈസ് മൈൻ, അതെന്റെയാണ് ഇപ്പോഴും, അറ്റ് പ്രസന്റ്. ദ ബുക്ക് ഈസ് മൈൻ എന്റെ അർത്ഥം എന്താ? അത് എന്റെ ആടാ. വ്യത്യാസം കണ്ടോ നിങ്ങള്? ആ പഞ്ചിങ് മാറുമ്പോ അതിന്റെ സെൻസ് മാറും. അപ്പൊ നിങ്ങൾ സംസാരിക്കുമ്പോ ഏത് വേർഡിനാണ് അല്ലെങ്കിൽ ഏത് ആശയത്തിനാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, അവിടെ പഞ്ച് ചെയ്യണം. അപ്പൊ നിങ്ങൾ പറയണത് വിഷൻ 21. വിഷൻ ആൾക്കാർക്ക് അച്ഛനെ കുറിച്ച് പറയണ്. ഇവിടെ അച്ഛനാണ്. അതുകൊണ്ട് മോനാന്നൊക്കെ പോസ്റ്റിങ്ങും വന്നു. ശരിയല്ലേ? പോസ്റ്റിങ്ങും വന്നു. പിന്നെ ഫില്ല് ഇൻ ദ ബ്ലാങ്ക്സ് അല്ലേ? അതിൽ പോയില്ലോ. ശരിയല്ലേ? അവിടെ എങ്ങനെയാ പറയണ്ടത്? ദിസ് ഈസ് മൈ ഫാദർ എന്ന് പറഞ്ഞ ഫീലിംഗ്, ആ പാഷൻ പറയണ്ട. ആന്റണി റോബിൻസിന്റെ സംസാരത്തില്, അതായത് പ്രസന്റേഷനില് ആ പാഷൻ ഭയങ്കര, എന്താണ് പാഷൻ. നമുക്ക് അതിലെ ടോക്ക് എൻഡിന് വരെ നമ്മൾ പാഷനറ്റ് ആവും. നിങ്ങൾ നിർത്തോ നമ്മള്. അതൊരു വലിയ കഴിവല്ലേ? കഴിവല്ല, പാഷനാണ്. നിങ്ങൾക്ക് പാഷൻ ഉണ്ടാവണം. ഓർത്താ മതി ഐ ലവ് യു എങ്ങനെ പറഞ്ഞെന്നുള്ളത്. ശരിക്കും ഇഷ്ടപ്പെട്ടപ്പോ എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ
ഐ ലവ് യു നീ എങ്ങനെ സ്നേഹിക്കുന്നു. അപ്പൊ അതിലെന്താ പോയത്? പാഷൻ പോയില്ലേ? വേർഡ്സ് ഉണ്ടല്ലോ, ചെന്ത് പോയി പാഷൻ. അപ്പോ നിങ്ങൾ എവിടെയാണ് പഞ്ച് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം. ഈ ആശയം അദ്ദേഹത്തിന്റെ ബ്രെയിനിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവുണ്ടോ? യെസ് ഓർ നോ? ട്രൂ. പാഷൻ, ജസ്റ്റേഴ്സ്, ആംഗ്യപ്രകടനങ്ങൾ, അംഗവിക്ഷേപം, ജസ്റ്റേഴ്സ്. നമ്മുടെ ഈ കൈയൊക്കെ കൃത്യമായി ഉപയോഗിക്കുമ്പോൾ ഹാൻഡ്സിന്റെ ഉപയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഫിംഗേഴ്സ് വളരെ ശ്രദ്ധിക്കണം. കാരണം ഇറ്റ് ഗീവ്സ് ലോട്ട് ഓഫ് മീനിങ്. ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞില്ലല്ലോ ജയൻ ജഗിനെ എഴുന്നേറ്റ് ഞാൻ വെറുതെ കാണിച്ചതാ. എനിക്ക് ഇവിടെ ഒന്ന് പ്രശ്നം വെറുതെ കാണിച്ചതാ. ഞാൻ ജയനെ നോക്കി. അപ്പൊ ജയൻജിനെ ഞാൻ കൈ കാണിച്ചപ്പോ ജയൻജിക്ക് എന്ത് തോന്നി? ഇത് ഉള്ളിലുണ്ട്, ഇത് ഇങ്ങനെയാണുള്ളത്. ശരിയല്ലേ? കാണിച്ചപ്പോ കമ്മ്യൂണിക്കേഷൻ നടക്കണ്ട. ഇത് പ്രത്യേകിച്ച് ഒരു ഭാഷയുടെ ആവശ്യമില്ല. ശരിയല്ലേ? ഇറ്റ്സ് എ മാറ്റർ ഓഫ് ബോഡി ലാംഗ്വേജ്. കമ്മ്യൂണിക്കേഷൻ പറയില്ലേ 60% ബോഡി ലാംഗ്വേജ്, 30% ടോൺ, 10% വേർഡ് എന്ന് പറയുന്നതാണ്. കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാണ്. 60 ബോഡി ലാംഗ്വേജ് വരും, 30 ടോൺ ആൻഡ് ഓൺലി അറൌണ്ട് 10 എത്ര വരുന്നത്? റഫ്ലി സ്പീക്കിംഗ്. അപ്പോ അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ നിങ്ങളോട് പറയാണ്, അല്ലെ ഒരു പബ്ലിസിറ്റി ഒന്ന് പറയാണ്, ഞാൻ ഇന്നലെ ഒരു മനുഷ്യനെ കണ്ടു, എത്തൊരു വലിയ മനുഷ്യന്ന് പറയൂ, കണ്ടു. ഇങ്ങനെ ആരെങ്കിലും പറയൂ? അതെന്തത്? ഈ സാധനം അവിടെ വരില്ലേ? ശരിയല്ലേ? അതെങ്ങനെ? അതങ്ങനെയാണ്. ഡു ആസ് ഐ സേ. ഞാൻ പറഞ്ഞ നിങ്ങൾ ചെയ്ത് ഉണ്ടോ? വലത് ഇങ്ങനെ പിടിച്ച് വലതെ പിടിക്കുക. പറഞ്ഞു റൈസ് യുവർ ഇൻഡെക്സ് ഫിംഗർ. ചിലർ മാത്രമേ ഇത് കാണിച്ചെല്ലാവരും. ഞാൻ ഇൻഡെക്സ് ഫിംഗർ എന്നാ പറഞ്ഞത്. എല്ലാവരും എന്താ ഭംഗി? ഞാൻ പറഞ്ഞ പോലെ ചെയ്യാനല്ല പറഞ്ഞുള്ളൂ. ഞാൻ കാണിച്ച പോലെ നിങ്ങളിത് എന്താ കാണിച്ചത്? അല്ല, സാറ് നില കാണിച്ചത്. അപ്പൊ നിങ്ങൾ പറയും വിഷ്വൽ. എന്താണ് വിഷ്വൽ? എന്താ കാണുന്നതിന്റെ ഇമ്പാക്ട്? കേൾക്കുന്നൊക്കെ പവർഫുൾ ആണ്, കാണുന്നത്. കാരണം കണ്ടു പെട്ടെന്ന് കയറിയത്. ഇവിടെ കണ്ണാണ് ആദ്യം പോവുക, പിന്നെയാണ് ചെവി വരുള്ളൂ. റൈറ്റ്? അപ്പൊ എപ്പോഴും നമ്മുടെ ജസ്റ്റേഴ്സ്, ഇത് നമ്മൾ ചെയ്യുന്ന ജസ്റ്റേഴ്സ് പ്രത്യേകത എപ്പോഴും ഈ പാമില്ലേ, ഉള്ളം കൈ, ഈ ഉൾഭാഗം ഉണ്ടല്ലോ, ഇതാണ് കൂടുതൽ ടോക്കിൽ വരുമ്പോൾ വന്നെന്താ പ്രത്യേകത പറയുന്നത്. ഇത് നമ്മൾ സാധാരണ സംസാരിക്കുന്നത് എങ്ങനെയാണ്? 80% ഉൾഭാഗം പുറത്തു വന്നാൽ ഇത് ഓണസ്റ്റി, ഇന്റഗ്രിറ്റി, ഐ ആം ട്രൂ ടു മൈസെൽഫ്. ഇതാണ് കൂടുതൽ വരുന്നതെങ്കിൽ 80 ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവുക. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ സംസാരിക്കുമ്പോൾ. അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അനുഗ്രഹിക്കണം, ഇങ്ങനെ വെച്ചുകൂടെ? ഇത് ഹാർട്ടുമായി ബന്ധപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാർ ഇങ്ങനെ അനുഗ്രഹിക്കുക. കണ്ടോ നിങ്ങൾ? നല്ല കുട്ടിയാവട്ടെ, ഇങ്ങനെ വെച്ചാൽ നല്ല കുട്ടി തന്നെ. ഹലോ, അതാണ് ബേസിക് സാധനം. അപ്പൊ ഓരോ ചലനങ്ങളും വളരെ മീനിങ്ഫുൾ ആണ്, വെരി മീനിങ്ഫുൾ. അപ്പൊ നമ്മുടെ ജസ്റ്റേഴ്സ് എങ്ങനെയായിരിക്കും? എപ്പോഴും ഒരേപോലെ കാണിക്കരുത്. വൈഡ് വെറൈറ്റി ഓഫ് ജസ്റ്റേഴ്സ് വരണം. വൈഡ് വെറൈറ്റി ഓഫ് ജസ്റ്റേഴ്സ്. അത് ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു പെൺകുട്ടി സ്പീച്ച് നടത്തിയാണ്. ഞാനൊരു സ്പീച്ച് കൊടുത്തു എഡ്യൂക്കേഷൻ കുറിച്ചിട്ട്. കുട്ടി പറഞ്ഞ സ്റ്റൈൽ എന്നറിയാം. ഓൺ ദിസ് മൊമെന്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ തോട്ട്സ്. നമ്മൾ പൂവാണെങ്കിൽ ഇഷ്ടം പോലെ പൂട്ടുള്ളൂ. ഇതല്ലേ പരിപാടി? ഇതെന്താണ്? വേറൊരു പയ്യൻ അവ അക്രമാക്കി, അവൻ വെടിപ്പെടുത്തിയ ഓൺ ദിസ് മൊമെന്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ തോട്ട്സ്. അപ്പൊ നീ ഇങ്ങോട്ട് വെടിവെച്ചടാ. ഇതിന്റെ കുറവ് വേണ്ട. യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഒരേപോലെ ഉണ്ടെന്നേ. ഒരാൾ സംസാരിക്കുന്നത് മാത്രം ഓൺ ദിസ് മൊമെന്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ്. ഇതെന്ത് പരിപാടിയാന്ന്? നിങ്ങൾ ഒരേപോലെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ അവിടെ നോക്കിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ഒരാൾ സംസാരിക്കും മൂക്ക് മാത്രം ഓൺ ദിസ് മൊമെന്റ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ തോട്ട്സ് ഓൺ. അതിനെടുത്തിട്ട് കുഴപ്പമില്ല. പിന്നെ അവ എവിടെയൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ. പോയ. അപ്പോ ശ്രദ്ധിക്കുക, ഒരേ ടൈപ്പിൽ നിങ്ങൾ കൈയും കാലും കാണിക്കണം. പിന്നെ ഭയങ്കര സ്പീഡ് പാടില്ലേ? ഭയങ്കര സ്പീഡ് ഇങ്ങനെ ഏത് ഡാൻസ് ഒന്നുമല്ല. ഇത് ഡാൻസ് ഒന്നല്ല പ്ലീസ്. അതുകൊണ്ട് നിങ്ങളുടെ വേർഡ്സിനൊപ്പം തന്നെ സാധനം പോകണം. റൈറ്റ്? മൂവ്മെന്റ്. അതിന് പിന്നെ
ഒരിക്കലും വേസ്റ്റിന് താഴെ കയ്യിൽ ആക്ഷൻ എടുക്കരുത്. ഓൺ സുഹൃത്തുക്കളെ, ഈ കാണുന്ന ലോകത്ത് വളരെ മാറ്റം ഉണ്ടാകുവാൻ ഇവന് കൈ പൊന്തിക്കില്ല, ഈ മനുഷ്യൻ പൊന്തിക്കില്ല. പിന്നെ മുഖത്തിനും ഫേസിന്റെ ഫ്രണ്ടിലധികം കാണിക്കരുത്. ഞങ്ങളുടെ സന്തോഷമാണ്, ഈ ലോകത്ത് ഒരുപാട് മാറ്റം ഞാൻ കണ്ടുനോക്കി തന്നെയാണ്. ഒന്നും കാണുന്നില്ല, കണ്ടുനോക്കി നിങ്ങളൊക്കെ ഇനി കാണും. അപ്പൊ പ്രസന്റേഷൻ സംസാരിക്കുമ്പോൾ ആ ബ്യൂട്ടി ഓഫ് പ്രസന്റേഷൻ വരണം. അപ്പൊ നമ്മുടെ എന്താ പറയാ വേർഡ്സും നമ്മുടെ ആശയവുമായി ബന്ധപ്പെട്ട രീതിയിൽ നമ്മുടെ ജസ്റ്റേഴ്സ് കൃത്യമായിട്ട് വരണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇമോഷണൽ ടച്ച്. എന്താണ് ഇമോഷണൽ ടച്ച്? ഇമോഷൻ സാധാരണ ഇപ്പൊ ന്യൂസ് വായിക്കുന്നവർക്ക് ഇമോഷൻ കാണിക്കാൻ പറ്റില്ല. ഇന്ത്യ തോറ്റു കളിക്കാൻ ഒരു കളിയില്ലേ, എന്ത് ഹെഡ്ലൈൻ ഇന്ത്യ ഫെയിൽഡ് ഇൻ ദി ക്രിക്കറ്റ്, അങ്ങനെ വായിക്കാൻ പറ്റുമോ? ആള് ന്യൂട്രലാണ്, ശരിയല്ലേ? ജഡ്ജിന് പ്രൊനൗൺസ് ചെയ്യുന്ന ജഡ്ജ്മെന്റ് എങ്ങനെയാ? യു ആർ ഗോയിങ് ടു സെന്റൻസ് ഡെത്ത്, യു നോ. ജഡ്ജിമാർക്ക് പറ്റുന്നത് അവർക്കൊന്നും ഇമോഷൻ അറിയാൻ പറ്റില്ല. പക്ഷെ പബ്ലിക് സ്പീക്കർ വിത്ത് ഇമോഷൻ, അത് ഓവർ ആവരുന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇമോഷൻ വരണം. യു ആർ അഡ്രസ്സിംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് ഇമോഷൻ. ഡാനിയൽ കോൾമാന്റെ ബുക്ക് ഉണ്ടല്ലോ, ഇമോഷണൽ ഇന്റലിജൻസ്, പറ്റി വായിച്ചു നോക്ക്. ഇമോഷണൽ ഇന്റലിജൻസ്, മാൻ ഈസ് എൻ ഇമോഷണൽ ബീയിങ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം പെട്ടെന്ന് ഫീൽ ചെയ്യാൻ മനസ്സിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ടോക്കിൽ നിങ്ങൾ എന്ത് തരത്തിലുള്ള ആവേശമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം അത് നെഗറ്റീവ് പോയാൽ അവർ നെഗറ്റീവ് കിടക്കും, പോസിറ്റീവ്. വിത്തൗട്ട് ഇമോഷൻ ഡോണ്ട് ടോക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്ട് അവിടെ കിട്ടും. അപ്പൊ ഇമോഷണൽ ടച്ച് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞ പാഷൻ. റെട്രിക് ക്വസ്റ്റ്യൻസ്. എന്താണ് റെട്രിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? പ്രസംഗങ്ങളിൽ പ്രസംഗർ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ പ്രസംഗം കേൾക്കുമ്പോൾ അങ്ങനെ ചോദിച്ചിട്ടില്ലേ? 2 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചത്? ഓഡിയൻസ് അല്ലേ എനിക്ക് ഉത്തരം. സാർ ഞാൻ പറയുന്ന ആരും എനിക്ക് പറയൂ. സാർ ഞാനിപ്പോ എനിക്കറിയാം 2 വർഷം നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നെ ചോദിക്കുന്നത് 2 വർഷം എന്താണ് ഇവിടെ സംഭവിച്ചത് ചോദിക്കുമ്പോ ഓഡിയൻസ് ആലോചിക്കുക എന്താ സംഭവിച്ചത്. പിന്നെ അതാണല്ലേ ഇവിടെ ഓഡിയൻസ് ആരെയും എടുക്കാൻ പോകണമെന്നില്ല. നമ്മൾ ചോദിക്കും, നമ്മൾ തന്നെ ഉത്തരം പറയാ. ആ സിസ്റ്റം എടുക്കണം. ഇതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പൻ ഉത്തരം പറയരുത്. എന്തുകൊണ്ട് സംഭവിച്ചത് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട വല്ല ആവശ്യം എന്താ? ചോദ്യം ചോദിച്ചു നിർത്തണം. വർഷങ്ങൾക്ക് ഇവിടെ എന്ത് സംഭവിച്ചു നിർത്ത. എല്ലാവരും നോക്കുക. ആ ഉത്തരം ആൾക്കാരുണ്ടാവും. ഈ വിൻസ്റ്റൺ ചർച്ചിലോട് ചോദിച്ചേ നല്ല രാഷ്ട്രീയക്കാരൻ അവൻ എന്താ വേണ്ടെന്ന് ചോദിച്ചു. ചർച്ചിൽ പറഞ്ഞു ഒന്നുമില്ല. എന്തെങ്കിലും സംഭവിക്കാമെന്ന കാര്യം മുൻകൂട്ടി പ്രവചിക്കുക, മുൻകൂട്ടി പറയാ. അത് സംഭവിച്ചില്ലെങ്കിൽ അതെന്തുകൊണ്ട് സംഭവിച്ചതെന്ന് ആൾക്കാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ യു ആർ എ ഗ്രേറ്റസ്റ്റ് പൊളിറ്റീഷ്യൻ ഇൻ ദി വേൾഡ്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് ഇങ്ങനൊരു സാധനം സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ഇരിക്കും. അത് സംഭവിച്ചില്ലല്ലോ, ഇന്ന കാണും, അത് ശരിയാ, ഞാൻ അടുത്ത കാര്യം പറയാ. അപ്പൊ അതിന്റെ അർത്ഥം അറിയാ, കൺവിൻസിങ് എന്ന അർത്ഥം അല്ലേ? പവർ ഓഫ്. നമ്മൾ അവര് വരാൻ പോകുന്ന കാര്യം ആകാശം നിർത്തി, പിന്നെ അവരെന്ത് ചെയ്തു? കൺവിൻസ് ചെയ്തു. അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. അടുത്ത പ്രസന്റേഷൻ ആണ് ശരിക്കും അത്. ട്രൂ. അപ്പൊ ചോദ്യങ്ങള് ചോദിക്കണം. അറിയാത്ത ചോദ്യം ചോദിക്കരുത് കേട്ടോ. എന്താണ് സംഭവിച്ചത്? എന്തിനു സംഭവിച്ച? അപ്പൊ അത് അറിയത് ഉത്തരം അറിഞ്ഞിട്ട് ചോദ്യങ്ങള് ചിലപ്പോ ആവേശം ചോദിച്ചു പോയി ബുദ്ധിമുട്ടായി, മറന്നുപോയി ബുദ്ധിമുട്ടായി. അതുകൊണ്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരങ്ങളും അറിഞ്ഞിരിക്കണം. സെൻസ് ഓഫ് ഹ്യൂമർ. ചില ആൾക്കാരിൽ ഭയങ്കര കഴിവാണ്. ബർണാഡ് ഷാക്ക് വലിയ മനുഷ്യനല്ലേ? സെൻസ് ഓഫ് ഹ്യൂമറിന്റെ അധിപന്മാരവരൊക്കെ കുലപതികളാണ്. പ്രസംഗത്തിൽ സെൻസ് ഓഫ് ഹ്യൂമർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെങ്കിൽ അത് സഭ്യമായത് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഒരു ലോ ഇമേജ് ആണ് ക്രിയേറ്റ് ചെയ്യുക.
നല്ല നല്ല ഫലിതങ്ങൾ പറയുന്നത്. കാരണം ജനങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വന്ന പെട്ടെന്ന് അവർ നമ്മളുമായി റിലേഷൻ ക്രിയേറ്റ് ചെയ്യും. സെൻസ് ഓഫ് ഹ്യൂമർ നമ്മൾ മാത്രം ചിരിക്കരുത്, ഓഡിയൻസ് അപ്പോൾ സീരിയസ് സെൻസ് ഓഫ് ഹ്യൂമർ ആണോ പറഞ്ഞത്, അങ്ങനെ വരരുത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമുണ്ട്. ഇത് അല്ല, ഇത് മാറ്റർ എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് സാർ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ ചോദിച്ചു. വളരെ സിമ്പിൾ ആണിത്. അതിന് സീക്രട്ട് പറഞ്ഞുതരാം. ഒരാള് ഒന്ന് ഷൈൻ ചെയ്യാൻ നോക്കി ഞാൻ ആൾക്കാരുടെ മുമ്പില്, ഇവിടെ ആൾ കാലൊരു വഴുതി വീണു. അപ്പൊ നമ്മളൊക്കെ ചിരിക്കില്ലേ? നോർമലി സംഭവിക്കുന്ന കാര്യമല്ലേ? ഇത് ഒരാള് പെട്ടെന്ന് വീണു, ഷൈൻ ചെയ്യാൻ നോക്കിയാണ് അയാള്. അപ്പൊ നമ്മൾ ചിരിക്കും. എന്താ കാരണം? അയാള് വീണു. നിങ്ങൾ ചിരിക്കുവോ? നിങ്ങൾ ചിരിക്കുവോ? വീണ ആൾക്ക് എന്താ ഫീലിംഗ്? ശരിയല്ലേ? കണ്ടവർക്ക് ശരിയല്ലേ? അപ്പോ അയാൾക്ക് അബദ്ധം പറ്റിയപ്പോ നമ്മള് മറ്റാൾക്ക് അബദ്ധം പറ്റുമ്പോഴാണ് നമ്മള് ചിരിക്കുക. ശരിയല്ലേ? ഇത് നോർമൽ ഹ്യൂമൻ ബീയിങ് നേച്ചറാണ്. മറ്റാൾക്ക് അബദ്ധം പറ്റിയാൽ നമ്മൾ ചിരിക്കില്ല, പലരും പോയി പറയും ചെയ്യും. ശരിയല്ലേ? അവനിങ്ങനെ പറ്റില്ല പാവം. ചിലർ നോട്ടീസ് പ്രിന്റിംഗ് ഷോപ്പാണ്, വർക്ക്ഷോപ്പ്, മോർണിംഗ് എഡിഷൻ, ഈവനിങ് എഡിഷൻ, ഫുൾ ടൈം എഡിഷൻ പോട്ടെ. മറ്റാൾ വീഴുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്, അയാൾക്ക് അബദ്ധം ഹാപ്പി ആവുന്നത്. അപ്പൊ യൂന് പറ്റുമ്പോഴാണ് നമ്മൾ അയ്യാണ്, നമ്മൾ അയ്യാണ്. അപ്പൊ യൂന് പറ്റുമ്പോ, മറ്റാൾക്ക് പറ്റുമ്പോ, നിങ്ങൾക്ക് പറ്റുമ്പോ ഞാൻ ഹാപ്പി ആവണം. റൈറ്റ്? യു വീണ ആള്, ഐ കണ്ട ആള്. ഓക്കെ, ഇനി നിങ്ങള് ഓഡിയൻസ് വരാം. ഓഡിയൻസിന് ആൾക്കാരുണ്ടല്ലോ, ഓഡിയൻസ് ആയിട്ട്. അവരുടെ യു ആരാണ്? സ്പീക്കർ അല്ലേ? ഹലോ, ഓഡിയൻസിന്റെ യു ആരാണ്? അപ്പൊ ഓഡിയൻസ് എപ്പോഴും ചിരിക്കുക. യുവിന് എന്തിനും ഈ ഐക്യം ഇവിടെ കണക്ക് പറ്റുമ്പോഴല്ലേ? ഫോളോ മീ. ഓഡിയൻസ് ചിരിക്കുക എപ്പോഴായിരിക്കും? അവരെ മുമ്പില് സ്പീക്കറാണ് യു. അപ്പൊ ഈ സ്പീക്കർക്ക് എന്തെങ്കിലും പറ്റുമ്പോ അപ്പൊ സ്പീക്കേഴ്സ് കൂടുതലും അവർക്ക് പറ്റിയ അബദ്ധങ്ങളാണ് കൂടുതൽ പറയുക. മനസ്സിലായ? അപ്പൊ ഓഡിയൻസോ പാവ അയാൾക്ക് പറ്റിയില്ല, പിടി കിട്ടിയോ? അത് റെഡി. ദാറ്റ്സ് റൈറ്റ്. ഇപ്പഴാ മാഷേ ഇപ്പഴാ പിടുത്തം കിട്ടിയേ. ഇന്ന് പോയിട്ട് കുറെ അബദ്ധം ചെയ്ത് നാളെ പറയണ്ടല്ലേ? ഇന്ന് പോയിട്ട് കുറെ അബദ്ധങ്ങൾ പറയട്ടെ. എന്തിനാ പറയണത്? പാസ്റ്റ് ആലോചിച്ചാൽ മതിയില്ലേ? അച്ഛൻ വരെ നമ്മളെ മൊത്തം എന്താ പറഞ്ഞ ഒരു അബദ്ധം പറ്റി. സെൻസ് ഓഫ് ഹ്യൂമർ അങ്ങനെയാണ് അവതരിപ്പിക്കുക. പിന്നെ മഹാന്മാർക്ക് പറ്റിയത്. അപ്പൊ മഹാന്മാരെ വിറ്റുകൾ പറയുമ്പോ എന്താ അവർക്ക് പറ്റി? വലിയ വലിയ ആളുകൾക്ക് പറ്റിയപ്പോ നമ്മൾ ഹാപ്പിയായി. കാരണം എന്താ? വലിയ ആൾക്കത് നമ്മുടെ കാര്യം പോട്ടെ, അയാൾക്കത് നമ്മൾ ഹാപ്പിയായി. ഇത് മറ്റുള്ളവർക്ക് പറ്റുമ്പോൾ നമ്മൾ ഹാപ്പി ആവണേ. ബേസിക് തിങ്. സംഭവ കഥകൾ, ആനക്ഡോട്ട്സ്, റീസൺ ഇൻസിഡൻസ്, അടുത്ത സംഭവങ്ങൾ ഓർ ഈവൻസ്. അപ്പോ സംഭവിച്ച കഥകൾ അല്ലെങ്കിൽ ഈ അടുത്ത് സംഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ബന്ധപ്പെടുത്തി പറയാൻ ഒരു സ്പീക്കർ ശ്രമിക്കണം. കാരണം അതൊക്കെ ഇതിന് ഇറ്റ് ആഡ്സ് വാല്യൂ ടു ദ സ്പീച്ച്. സ്പീച്ച് ഭംഗിയായി മാറുന്നു പറയില്ലേ നമ്മള്? അതൊക്കെ നമ്മുടെ ഒരു കളക്ഷൻ ഉണ്ടായിരിക്കണം അങ്ങനെ. അപ്പോൾ ഈ അടുത്ത സംഭവങ്ങളെ ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് പറയുന്നു? കുറെ കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് നമ്മുടെ സ്പീച്ചിലേക്ക് ആഡ് ചെയ്യുന്നു. ഒരുപാട്. അപ്പൊ നല്ലൊരു റീഡർ ആയിരിക്കണം. ന്യൂസ് പേപ്പറൊക്കെ സ്ഥിരമായി വായിക്കണം. അതിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുക. അതുമാതിരി തന്നെ വാച്ച് TV. നിങ്ങൾക്ക് അങ്ങനെ കളക്ഷൻ ഓഫ് ഡീറ്റെയിൽസ് വേണം ഓഫ് ഓൾ ദീസ് തിങ്സ്. കൊട്ടേഷൻസ് ആൻഡ് പ്രോവർബ്സ്, മഹാന്മാരുടെ ഉദ്ധരണികൾ, അത് മഹത് വചനങ്ങൾ, പഴഞ്ചൊല്ലൊക്കെ നമ്മൾ ഒരുപാട് കളക്ട് ചെയ്യണം. കാരണം സമയവും സന്ദർഭവും സബ്ജക്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യേണ്ടി വരും? ഇതൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ പ്രസന്റേഷന് കൊഴുപ്പ് കൂട്ടും, ഭംഗിയുള്ളതാക്കി മാറ്റും. ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, ഡോണ്ട് ഹർട്ട് ദ ഓഡിയൻസ് ഓർ ദ അതർ ഇൻവൈറ്റഡ് ഗസ്റ്റസ്. ഒരു കാരണവശാലും നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിന് ഇൻസൾട്ട് ചെയ്യുന്നതായുള്ള കഥകളോ കാര്യങ്ങളോ പറയരുത്. ദാറ്റ് ഈസ് നോട്ട് ഫെയർ. ചിലപ്പോ ദേ ബിക്കം മോർ വയലന്റ് ആയി മാറും. പിന്നെ പൂമാനല്ലേ കിട്ടുക. അതുമാതിരി നമ്മുടെ കൂടെ ഇരിക്കുന്ന മറ്റ് സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും, അവരും സത്യം പാടില്ല.
അവരൊരു മുഖത്തടിച്ച മാതിരി. മിനിമം ആ മാന്യത കീപ്പ് ചെയ്യുന്നു. റെസ്പെക്ട് ദ ഓഡിയൻസ്, റെസ്പെക്ട് അതർ സ്പീക്കേഴ്സ്, ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ പ്രസംഗിക്കാൻ ക്ഷണിച്ച ആ വ്യക്തികളോടും അല്ലെങ്കിൽ സ്ഥാപനത്തോട് അല്ലെങ്കിൽ ഓർഗനൈസേഷനോട് നമ്മൾ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് നന്ദി പറയാൻ ഒരിക്കലും മറന്നു. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബിഗിനിങ്ങിൽ പറയാം. ചില ആൾക്കാർ അവസാനം മറന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. നമുക്ക് വേണ്ടി ബിഗിനിൽ തന്നെ പറയാം, ആദ്യമേ തന്നെ ഞാൻ നന്ദി പ്രകാശിക്കുന്നു, എന്നെ പ്രകടിപ്പിക്കുന്നു എന്നെ ക്ഷണിച്ചതിന്, അതിന് ഓണർ ഒരു ബഹുമതിയെ കാണുന്നു പറഞ്ഞു. നമുക്ക് ആദ്യമേ തന്നെ അത് പറഞ്ഞു വെക്കാമെന്ന്. പിന്നെ അവസാനം പറഞ്ഞില്ലെങ്കിലും പ്രോബ്ലം, വിട്ടുപോലും പ്രോബ്ലം ഇല്ല. അത് ഒരിക്കലും മറക്കരുത്. കാരണം ദാറ്റ് ഇസ് എ മാറ്റർ ഓഫ് റെസ്പെക്ട്. അത് കേർട്സിയാണ് നമ്മുടെ ഒരു ഔചിത്യമര്യ എന്ന് പറയുന്നത്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ആ പോയിന്റ് പറഞ്ഞുതരാം. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ രണ്ടുപേരും അവിടെ പരസ്പരം സംസാരിച്ചു. നിങ്ങൾ പ്രസംഗം കേൾക്കാൻ ശ്രദ്ധിക്കില്ല. അവര് നോ അറ്റൻഷൻ ഫ്രം ദാറ്റ് പാർട്ട്. രണ്ടുപേരും ഏറ്റുപോയി. ലീവ് ഇറ്റ്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഇതൊരു ഓഡിയൻസിന് 5 പേര് എനിക്ക് പോയാലും ബാക്കി ആൾക്കാർ കേൾക്കാതിരിക്കുന്നില്ലേ? ടോക്ക് carry on. നിങ്ങൾ കേൾക്കാൻ കുറച്ചുപേര് അവിടെ ഇരിക്കുന്നുണ്ട്, ഭൂരിപക്ഷം അവിടെ ഇരിക്കുന്നില്ലേ? ഭൂരിപക്ഷം പോയി നിങ്ങൾ നിർത്തിപ്പോക്കോളൂ. ഇപ്പൊ നിങ്ങളുടെ ആവശ്യം അവിടെ ഇല്ല. അവിടെ നിന്ന് കഥ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴാണ്. അപ്പൊ ഒന്ന് കുറച്ചുപേര് പോയിച്ചിട്ട് ബാക്കി ആൾക്കാർ കേൾക്കുക, കുറച്ചാൾ കേൾക്കാതിരിക്കുന്നില്ലേ? പക്ഷെ അവിടെയാണ് ഞാൻ ബെർണാഡ് സമ്മതിച്ചു കൊടുത്തത്. ബെർണാഡ് ഷോ ഒരിക്കൽ സ്പീച്ച് നടത്തിയപ്പോ രണ്ടുപേരുണ്ടായുള്ളൂ. ഒന്ന് ബെർണാഡ് ഷോ ഭയങ്കര ഒരു ഭീകരനായ പ്രസംഗം എന്ന് പറഞ്ഞൊരു ഒരു മുദ്ര കുത്തി. എന്നോ ഇദ്ദേഹം മഴയത്ത് പ്രസംഗിക്കാൻ വിളിച്ച സെക്രട്ടറി സംഘടനയുടെ അത് കുറെ പിടിച്ചിട്ടുണ്ട്. ബെർണാഡ് ഷോ നിൽക്കുന്നുണ്ട്. 2 പോലീസുകാരെ കേട്ടുന്നു. 2 പോലീസുകാരേ ഉള്ളൂ. പക്ഷെ അവരുടെ ഗംഭീരമായ സ്പീച്ച് നടത്തിയിരുന്നു. അത് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പീച്ച്, നല്ല സ്പീച്ച് അതായിരുന്നു. കേൾക്കാൻ 2 പേരുള്ളൂ. അയാളെ സൂക്ഷിക്കാൻ വന്ന 2 പോലീസുകാർ. അത് ചില ആൾക്കാർ അങ്ങനെയുണ്ട്. അത് അതിനൊരു സ്റ്റെപ്പായി കണ്ടുള്ളൂ, ആസ് എ പ്രാക്ടീസ്. അതുകൊണ്ട് കുറച്ച് പേര് അവിടെ ചിലപ്പോൾ രണ്ട് സൗണ്ട് ഉണ്ടാക്കിണ്ടായിരിക്കും. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ്. ബാക്കിയുള്ള ആൾക്കാരില്ലേ സംസാരിക്കുക. കൺട്രോൾ യുവർ സെൽഫ്. ലീവ് ഇറ്റ്. നെഗ്ലക്ട്. ചിലപ്പോൾ അപ്സെറ്റ് ആവും. ഇപ്പൊ 4 പേര് അവിടെ ബാക്കിലിട്ട് ഓരോ വേണ്ടാത്ത വർത്തമാനം പറയുക. അപ്പോ ഇഫ് യു ഫോക്കസ് ഓൺ ദം യു ലൂസ് ദ charm of your talking. മൈൻഡ് ചെയ്യരുത്. ടോക്ക് ടു പീപ്പിൾ ഹു ലിസൺ ടു യു. അവർക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. You get the point? KISS. What a fantastic inspirational word. KISS. ഒരിക്കല് ഒരാളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെ നിർത്തങ്ങ് തോന്നുന്നു മൈ ഡിയർ ഗേൾ, മൈ ഡിയർ വൈഫ്, അപ്പൊ എനിക്കൊരു കുറിപ്പ് തരണം പറഞ്ഞു. അങ്ങനെ ഇയാള് പ്രസംഗം തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോ ഭാര്യ കുറിപ്പ് എഴുതി അധ്യക്ഷന് കൊടുത്തു പറഞ്ഞു ഇത് പ്രസംഗം കൈമാറാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ വായിച്ചപ്പോ കിസ് ഇത് കൊടുത്തു. ഇയാൾ പ്രസംഗം നിർത്തി. അധ്യക്ഷൻ പ്രസംഗിച്ച് പറയണം ഇയാളോട്, താനൊക്കെ എത്ര ഭാഗ്യവാനാണ്. തന്റെ ഭാര്യയിൽ അത് പ്രസംഗത്തിന്റെ സമയത്ത് വരെ കിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാര്യമാരാണ്. ഇതൊക്കെ എവിടെ കിട്ടുന്ന കാര്യങ്ങളാണ്? തന്റെ ഒക്കെ ഒരു ഭാഗ്യം. എന്താ കിസ് പ്രസംഗം പറയില്ലേ? താനതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് രണ്ടൊക്കെ അറിയാമല്ലോ. കീപ് ഇറ്റ് ഷോർട്ട് സ്റ്റൂപ്പിഡ്. എന്താണ് കീപ് ഇറ്റ് ഷോർട്ട് സ്റ്റൂപ്പിഡ്. നിർത്തണമെന്നുള്ളതാണ്. പ്രസംഗം വളരെ മോശമായി തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ വേർഷൻ അതല്ല. കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. എന്താണ് പ്രസംഗം എങ്ങനെയായിരിക്കും പറഞ്ഞു വരുന്നത്? കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ അത് മറ്റൊരു കിസ്സായി മാറും. എങ്ങനെ? കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സ്വീറ്റ്. എന്താണ് സിമ്പിൾ എന്തായി മാറും? സ്വീറ്റ്. തുടക്കത്തിൽ നല്ല സ്വീറ്റ് സ്പീച്ചായി മാറുന്നു. ഇത് എപ്പോഴും മെമ്മറിൽ വേണം. ഒരുപാട് വാരി സംസാരിക്കുന്നതല്ല, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് അവിടെ ഇരിക്കുക. അതുപോലെ എഴുന്നേൽക്കുക, പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാ, അവസാനിപ്പിക്കുക. ബൈ ആണ് കെഷ് സിസ്റ്റം. റൈറ്റ്? Clarity
നിങ്ങൾ അവതരിപ്പിക്കുന്ന ചിന്തകൾ നിങ്ങൾക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അവ്യക്തമായൊരു കാര്യവും പറയരുത്. കാരണം നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും. കാരണം ജനങ്ങൾക്ക് വിവരമുണ്ട്, അവർ ചിന്തിക്കും. സോ ക്ലാരിറ്റി ഓഫ് തോട്ട്സ്, പറയുന്ന ചിന്തയിലെ വ്യക്തത, അത് പ്രസംഗത്തിന്റെ മാറ്റുകൂട്ടും. അതുമാതിരി നിങ്ങളുടെ തോട്ട് മസ്റ്റ് ബി ആൾസോ ക്ലിയർ. തൊണ്ട എപ്പോഴും, കാരണം അതും പ്രസംഗത്തിന്റെ അതിന്റെ എഫക്റ്റിന് ഒരു ഘടകമാണത്. അപ്പൊ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് ആൻഡ് ക്ലിയർ യുവർ തോട്ട്സ് എന്ന് പറയും. ചിലപ്പോൾ ചിന്ത കറക്റ്റ് ആയിരിക്കും, ഇവിടെ കറക്റ്റ് അല്ല, ഇപ്പൊ പകുതി കേട്ടുണ്ടാവില്ല. ഇവിടെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ചിന്ത പകുതി ഉണ്ടാവില്ല. രണ്ടും പ്രോബ്ലം. സോ ബ്ലെൻഡ് ഓഫ് ബോത്ത് ഈസ് വണ്ടർഫുൾ. ബി നാച്ചുറൽ ബട്ട് റിഫൈൻഡ്. നാച്ചുറൽ ആയിട്ട് സംസാരിക്കണം. ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രമാറ്റിക് എഫക്റ്റ് ഉണ്ടാക്കാം, പക്ഷെ എന്തൊരു ജാട കാണിക്കുന്ന പോലെ, എന്തൊരു സംഭവം പോലെ, ഞാനൊക്കെ ഒരു സൂപ്പർ പേഴ്സണാലിറ്റി ആണെന്ന ധാരണയിൽ ജനങ്ങളോട് സംസാരിക്കുന്നത്. ദാറ്റ്സ് നോട്ട് എ ഫെയർ തിങ്. ബി നാച്ചുറൽ, ബി ട്രൂ ടു യുവർ സെൽഫ്. നിങ്ങളോട് ജെന്യൂൻ ആയിട്ട് നിൽക്കണം. അത് വലിയൊരു അസറ്റാണ്. കാരണം നാച്ചുറൽ അതിനെ പെട്ടെന്ന് പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യും. കാരണം യു ആർ ഓൾവേസ് വിത്ത് യുവർ ഓഡിയൻസ്. ഓഡിയൻസുമായിട്ടൊരു ബ്ലെൻഡിങ്, ഒരു ഹാർമണി വരണം. അത് വലിയ ഘടകമാണ്. നമ്മൾ വലിയ സംഭവം പോലെ ഐ എം വെരി എഡ്യൂക്കേറ്റഡ്, നോ, ദാറ്റ്സ് റോങ്. ആ ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ് അനുസരിച്ച്, അവരുടെ കൾച്ചർ നമുക്ക് അവരെ ബ്ലെൻഡ് ചെയ്യിക്കാൻ പറ്റണം. അവർക്ക് ഫീൽ ചെയ്യണം വി ആർ വൺ അമംഗ് ദം, വി ആർ വൺ. ആ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം പബ്ലിക് സ്പീക്കർക്ക്. എന്തുകൊണ്ട് റിഫൈൻഡ് ആവാൻ പറഞ്ഞറിയാം? ഒരു പക്ഷേ, ഹലോ, ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ്, നിങ്ങൾ നാച്ചുറൽ ഒപ്പം തന്നെ റിഫൈൻഡ് ആവണം. എന്താ കാരണം പറഞ്ഞുതരാം. നാച്ചുറൽ ആകുമ്പോൾ നിങ്ങൾ അവരുടെ സ്റ്റാൻഡിലേക്ക് ഇറങ്ങി പോകരുത് കംപ്ലീറ്റ്. യു ലൂസ് സം ടൈംസ്. നിങ്ങൾ അതേ സമയത്ത് തന്നെ സംസ്കാര സമ്പന്നായിരിക്കും വേണം. നാച്ചുറൽ ആവുന്ന പറയുമ്പോൾ ഞാൻ പച്ചയായ മനുഷ്യൻ തോന്നി വിളിച്ചു പറയാൻ പറ്റൂ? നോ. നിങ്ങൾ എവിടെ ചെന്നാലും നാച്ചുറൽ ആൻഡ് റിഫൈൻഡ്, സംസ്കാര സമ്പന്നമായ രീതിയിൽ നാച്ചുറൽ ആയിരിക്കണം. അല്ലെങ്കിൽ they won't respect your thought. അവോയ്ഡ് ഒബ്സനിറ്റി. അസഭ്യമായ കാര്യങ്ങൾ ഒരിക്കലും നാവിന്ന് വരരുത്. ഡോണ്ട് യൂസ് നെഗറ്റീവ് വേർഡ്സ്, ഡോണ്ട് യൂസ് നെഗറ്റീവ് വേർഡ്സ്, ഒഫൻസീവ് വേർഡ്സ്. ആൾക്കാർക്ക് വിഷമിക്കുന്ന തരത്തിലുള്ള വില നിലവാരം കുറഞ്ഞ വാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കരുത്. യു മസ്റ്റ് കീപ് റിഫൈൻഡ് ലാംഗ്വേജ്, സോഫിസ്റ്റിക്കേറ്റഡ്, ക്ലീൻ, നീറ്റ്, സിമ്പിൾ, നാച്ചുറൽ വേർഡ്സ് ഉപയോഗിക്കുക. നല്ല വാക്കുകൾ ഉപയോഗിക്കുക. വാക്കുകളുടെ സൗന്ദര്യം നഷ്ടപ്പെടരുത്. ഒരു പ്രസംഗം ശ്രദ്ധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. മനോഹരമായ വാക്കുകൾ, സ്റ്റാൻഡേർഡ് വേർഡ്സുകൾ, നാച്ചുറൽ വേർഡ്സ്. ഒരു കാരണവശാലും അസഭ്യമായ കാര്യങ്ങൾ ഒരിക്കലും നാവിൽ നിന്നും വരരുത്. ദാറ്റ് റിഫ്ലക്ട്. അതുകൊണ്ടല്ലോ മനുഷ്യൻ പറഞ്ഞത്, ഒരു മഹാൻ പറഞ്ഞത്, വേർഡ് ഈസ് ദ മാൻ, മാൻ ഈസ് ദ വേർഡ്. നമ്മുടെ വാക്കുകളാണ് നമ്മൾ. അവർ വേർഡ്സ് റിഫ്ലക്ട് വാട്ട് വി ആർ. അവർ വേർഡ്സ് റിഫ്ലക്ട് വാട്ട് വി ആർ. ഞാൻ ഒരിക്കൽ വാച്ച് ഓർക്കുന്നു, ഒരാളോട് പറയാണ്, ഇത് പട്ടി, പൂച്ച, എരുമ, പോത്തനൊക്കെ വിളിക്കാന്ന്. അയാൾ തിരിച്ച് കുമ്പളം, മത്തളം, പടവലം, അതെന്താന്ന് ചോദിച്ചു. അവൻ കഴിക്കുന്ന അവൻ പറഞ്ഞു, ഞാൻ കഴിക്കും, ഞാൻ പറയുന്നു. അത്ര തന്നെ വ്യത്യാസം. നമുക്ക് നമ്മളിൽ എക്സ്പ്രസ്. അതുകൊണ്ട് തന്നെ എമേഴ്സൺ പറഞ്ഞത്, no matter what language you use, you can express what you are. നിങ്ങൾ ഏത് ഭാഷ ഉപയോഗിച്ചോളൂ, നിങ്ങൾക്ക് നിങ്ങളിലേ കാണിക്കാൻ പറ്റുള്ളൂ. Your words reflect what you are. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ നിങ്ങളുടെ ഭാഷയും പുറത്തേക്ക് വരും. Don't be too much formal. ഒരുപാട് ഔപചാരികത്വം ഉപയോഗിക്കരുത്. ഒരുപാട് ഫോർമാലിറ്റികൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ ഒരുപാട് ആവരുത്. ആവശ്യത്തിനാവാം. ചിലങ്ങനെ വലിയൊരു പറയാ ഒഫീഷ്യൽ മാത്രം സംസാരിച്ചിരിക്കുക. യു ലൂസ് ദ ചാം ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റില്ല. ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും, നോട്ട് ഇൻസ്പിറേഷൻ. ഇന്നോവേഷൻ. പ്രസംഗത്തിൽ പുതിയ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന പുതുമകൾ, സംതിങ് ന്യൂ ഓൾവൈസ്. അത് ഞങ്ങൾ പറയും ട്രെയിനിങ്ങില് 2 കാര്യം ശ്രദ്ധിച്ചാൽ മതി.
അതൊരു കഴിവാണ്. പുതിയ ആശയത്തെ അവതരിപ്പിക്കുക. ഒന്നുകിൽ പുതിയ ആശയത്തെ, ദ ഐഡിയ ഈസ് നോവൽ, പുതിയ ആശയത്തെ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ പഴയ ആശയത്തെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാം. അത് കഴിവാണ്. ചില അങ്ങനെ ചെയ്യും. പുതിയ ആശയം പുതിയ തന്നെ, കുഴപ്പമില്ല. പക്ഷെ പുതിയ ആശയം പറയുമ്പോൾ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് ആയിരിക്കണം. കാരണം പുതിയ ആൾക്കാർ അതിൽ കയറി തുടങ്ങിയില്ലേ, ശരിയല്ലേ? പഴയത് പെട്ടെന്ന് കയറും, റൈറ്റ്? അത് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? പുതിയ ആശയത്തെ മനസ്സിലാവുന്ന ഭാഷയിൽ പറയണം. ചിലർ ചെയ്യുന്നതാണെങ്കിൽ പഴയ ആശയമാണെങ്കിലും പുതിയ ഭാഷയിൽ, പുതിയ വേർഷനിൽ സംസാരിക്കും. അതും കഴിവാണ് പബ്ലിക് സ്പീക്കിംഗ്. ക്ലിയർ ദ പോയിന്റ്. ഭാഷ എപ്പോഴും അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ആശയം ഗംഭീരമായതുകൊണ്ട് മാത്രം കാര്യം ആൾക്കാർക്ക് മനസ്സിലാവണം. ഞാൻ ഗംഭീരമായ ആശയം അവതരിപ്പിച്ചു, മനസ്സിലായില്ലേ? ഇല്ല, അതിൽ പോയില്ല. ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. ലിംഗ്വിസ്റ്റിക് പ്രൊഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. നല്ലൊരു പബ്ലിക് സ്പീക്കറുടെ ലാംഗ്വേജ് മസ്റ്റ് ബി എക്സലന്റ്. റിഫൈൻ ചെയ്യുന്നു. നല്ല പുസ്തകങ്ങൾ വായിച്ച്, നല്ല വ്യക്തിയുമായി സംസാരിച്ച്, നല്ല ഭാഷ ഉപയോഗിക്കലാണ്. അതൊരു കഴിവാണ്. അങ്ങനെ അനിർഘളമായിട്ട് ഒഴുക്ക്, സ്പോണ്ടേനിറ്റി ഓഫ് ലാംഗ്വേജ്, കാഡൻസ് ഓഫ് ലാംഗ്വേജ്. നിങ്ങൾ ഏത് ഭാഷയായിക്കോട്ടെ, ആ ഭാഷയിലെ മാസ്റ്ററിംഗ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് വരണം. നിങ്ങളുടെ പ്രശ്നം കേട്ടാൽ പറയണം, വാട്ട് എ ലാംഗ്വേജ്, എക്സലന്റ്. ആ ഒരു ലാംഗ്വേജിന്റെ ബ്യൂട്ടി കാണിക്കാൻ നമുക്ക് പറ്റണം. അത് വളരെ കോൺഷ്യസ് ആയി നിങ്ങൾ വായിച്ചെടുക്കണം. നല്ല വാക്കുകൾ, അതിന്റെ ഗ്രാമർ, വേർഡ്സ്, നല്ല ഡിക്ഷണറി. അങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ മൈൻഡ് വേണം. ഐ ഷുഡ് യൂസ് എക്സലന്റ് ലാംഗ്വേജ്. മറ്റ് സ്പീക്കേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്രീഷിയേറ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ പ്രസംഗം ചെയ്യുന്നത് മുൻപ് പറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങൾ പറഞ്ഞു, ഓ മുൻ പ്രസംഗം പറഞ്ഞു പോയപ്പോ അവർ ഹാപ്പി ആയിരിക്കും. മറ്റ് പ്രസംഗം കണ്ട നല്ല കാര്യം എല്ലാവരും പറഞ്ഞാവരുത്, പക്ഷെ അവർ പറഞ്ഞ ഒന്നും നല്ല കാര്യങ്ങളുണ്ടായിരിക്കും. അത് നിങ്ങൾ ഒന്നും ചെയ്യുക, റിമൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുക. അത് നല്ലൊരു സ്പീക്കറുടെ ക്വാളിറ്റിയാണ്. ഡോണ്ട് ഗോ ഫോർ എക്സ്ക്യൂസസ്. ഈ ക്ഷമാപണ പരിപാടിയൊന്നും വേണ്ട. ഈ സബ്ജക്റ്റിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല, എന്നാലും ഞാൻ അപ്പൊ തന്നെ നെഗറ്റീവ് ഇംപ്രഷൻ ആണ്. ചിലർ അങ്ങനെ പറയാറ് കേട്ടോ. നിങ്ങൾ അങ്ങനെ, ഞാനിതിനെ കുറിച്ച് പറയാൻ യോഗ്യനൊന്നല്ല, ഇപ്പൊ എന്തിനാ വന്നത്? ഇങ്ങനെയൊന്നും പറയില്ല. അതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് പറഞ്ഞ ആൾക്കാർ ലോ എസ്റ്റീമാണ് ശരിക്കും. എക്സ്ക്യൂസസ് ഇത് കുറെ പേരുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിതിനെ കുറിച്ച് പറയാൻ വലിയ യോഗ്യനൊന്നല്ല, പിന്നെ അതിനനുസരിച്ച് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ എന്തിനാ അങ്ങനെ പറയുന്നത്? ഇങ്ങനെ നിങ്ങളെ ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും, അല്ലെങ്കിൽ വൈകിയ വേളയൊന്നും പറയേണ്ട ആവശ്യമില്ല. വൈകിയ വേള അവർക്ക് അറിയില്ലേ? ഈ വൈകിയ വേളയിൽ ഞാൻ 2 വാക്ക് പറയാൻ, അതൊന്നും പറയാം, 2 വാക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ കുറെ അങ്ങനത്തെ എക്സ്ക്യൂസ്, എങ്ങനെ അതൊരു സ്റ്റാൻഡേർഡ് പ്രസന്റേഷന് പറ്റിയല്ല. പലരും കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് ആസ്പെക്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. എക്സ്ക്യൂസ് ഒരുപാട് പറയും. ഇങ്ങനെ ഞാൻ സാധാരണ മനുഷ്യൻ, അതവർക്ക് മനസ്സിലാവില്ലേ? എനിക്ക് വലിയ വിവരമൊന്നുമില്ല, അതവർക്ക് മനസ്സിലാവില്ലേ? നിങ്ങൾ അതിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ട. നിങ്ങൾ നിങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു എക്സ്ക്യൂസ് താത്തി സംസാരിക്കും. നിങ്ങൾ വിട്, കം ടു ദ പോയിന്റ്. നിങ്ങൾ വന്ന് കയറുന്നു, പ്രസന്റായി വരുന്നു, 2 വാക്കുകൾ, ദാറ്റ്സ് ഇനഫ്. അതിന് ഇതൊക്കെ പറയാൻ നിൽക്കണേ. ചിലവരെന്നറിയാം, ഞാൻ അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും 2 വാക്കുകൾ വൈകിയ വേളയിൽ അവസാനം നിങ്ങളുടെ അവസാനം ഒരു ദന്തിമൊഴി ഇങ്ങനെ പോണേ. ഡോണ്ട് ഡു ദാറ്റ്, റൈറ്റ്? ബി അസർട്ടീവ്. ഒരു നല്ല പ്രസംഗകന്റെ ക്വാളിറ്റി പറയുന്നത്, പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞവസാനിപ്പിക്കുക. ബി അസർട്ടീവ്. പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി ഭംഗിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. ടു ദ പോയിന്റ്, കൺസൈസ് ആൻഡ് പ്രിസൈസ്. അതായിരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡ്. കൺസൈസ് ആൻഡ് പ്രിസൈസ്. അവർ അസർട്ടീവാണ്. പാസീവായി സംസാരിക്കരുത്, താത്തി സംസാരിക്കരുത്, അഗ്രസീവ് ആവരുത്, ബട്ട് അസർട്ടീവ്. അവോയ്ഡ് ഇറിറ്റേറ്റിംഗ് സൗണ്ട്. ചില സൗണ്ടുകൾ എടുക്കും സംസാരിക്കുന്ന ഗ്യാപ്പില്. ചിലർക്കല്ലേ അങ്ങനെ അപ്പോ ആൾക്കാര് പിന്നെ ഓഡിയൻസ് സൗണ്ട് എടുക്കില്ല.
അപ്പൊ അങ്ങനെ സൗണ്ട് ഇറിറ്റേറ്റിംഗ് വേണ്ട. ഗ്യാപ്പ് വരുമ്പോ പിന്നെ അതാമാതിരി ഞങ്ങൾ പറയും നോൺ ഫ്ലുവൻസീസ് എന്ന് പറയും, ഗ്യാപ്പ് ഫില്ലേഴ്സ്. അതൊന്നും ഉപയോഗിക്കരുത്. സംസാരത്തിലാവാം അതിന്റെ അവസാനം പറയും, അവര് പറയും ഇതാണോ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അതിങ്ങനെ ഫ്രീക്വന്റ് ഫ്രണ്ട്ലി ടോക്കല്ല പറയുന്ന, ഒഫീഷ്യൽ ടോക്കിൽ ഒരിക്കലും പാടില്ല. അപ്പൊ ഒരിക്കലും ഇങ്ങനെ നോൺ ഫ്ലുവൻസീസ് വരരുത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അത് വളരെ മോശമാണ്. ഈ റൊണാൾഡ് റീഗൻ അദ്ദേഹത്തിന് ഈ സഭാകമ്പം ഭയങ്കരമായിരുന്നു. അദ്ദേഹം എപ്പോഴും സ്പീച്ച് ആരംഭിച്ച ഒരു വേർഡ് വെച്ചിട്ടാണ് വെല്ലിലാണെങ്കിൽ സ്പീച്ച് ആരംഭിക്കാൻ പറ്റിയ മനുഷ്യന്. അയാൾ ചില ആൾക്കൊക്കെ അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്. എന്നാലും അയാൾ ഗ്രേറ്റ് സ്പീക്കർ ആയിരുന്നു. പക്ഷെ അതിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് വരരുത്. ഫ്രീക്വന്റ് ആയിട്ട് ഈ നോൺ ഫ്ലുവൻസീസ് ഗ്യാപ്പിലേസ് വരരുത്. അത് റോങ് ആണ്. അവർ വേണ്ട സൗണ്ടുകൾ അതൊരിക്കലും വരരുത്. പ്ലീസ് ശ്രദ്ധിക്കരുത്. ഡോണ്ട് ഫീൽ ഇൻഫീരിയർ. അതെന്താണ് ഈ ഡോണ്ട് ഫീൽ ഇൻഫീരിയർ എന്ന് പറയാൻ കാരണം? നിങ്ങൾ വന്ന് നിൽക്കുമ്പോ നിങ്ങളുടെ മുമ്പിൽ ഇതേ കാണുന്നു പുലികളിരിക്കുന്നു. അത് ഭയങ്കര അറിവുള്ള ആൾക്കാരിക്കണേ. നിങ്ങളുടെ സബ്ജക്റ്റില് PhD ആൾക്കാരിക്കുന്നതിന് മുമ്പില് അവരെ കണ്ടുപോയി നമ്മുടെ PhD എന്താ ഫിസിക്കലി ഹെഡ് ഡാമേജ്ഡ്. ഫിസിക്കലി ഹെഡ്. കാരണം അവര് അമ്മോ ഇവരെ മുമ്പിൽ ഞാൻ പറയാൻ പോണ ഡോണ്ട് ഫീൽ ഇൻഫീരിയർ. അത് സ്റ്റേജിലുണ്ടോ വേറെ ആൾക്കാരിൽ ഇപ്പോ അപാര സംഭവങ്ങള്. ഡോണ്ട് ഫീൽ ഇൻഫീരിയർ. അവരാരായിക്കോട്ടെ, നിങ്ങളുടെ കാര്യമല്ല പറയാൻ വന്ന അല്ലേ? നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോ ആ നേരത്ത് കല്യാണ പെണ്ണ് കൂടെ വേറെ നല്ല കുട്ടികളുണ്ടാവും. അയ്യോ അപാര സംഭവങ്ങള് കണ്ട ഭാര്യ. അങ്ങനെയാ എന്താ സ്ഥിതി? അല്ല ഞാൻ പറഞ്ഞ പോലെ യു ഡോണ്ട് ഫീൽ. നിങ്ങളുടെ ഭാര്യനെ കഴിക്കാൻ വന്നാൽ നിങ്ങളുടെ കുട്ടിയിൽ വിവാഹം കഴിക്കേണ്ടത്. അവിടെ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഭാര്യയുടെ വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ അച്ഛൻ മരിക്കുന്ന സമയത്ത് വേറെ അച്ഛന്മാര് വരണം. അമ്മോ നമ്മുടെ അച്ഛൻ ആ നേരത്തെ ഫീൽ ഇൻഫ്യൂരിയർ. അച്ഛൻ്റെ അച്ഛൻ ഒരു പേഴ്സണാലിറ്റിയില്ല, ഒന്നുമില്ല, ഇംഗ്ലീഷും ഇല്ല, പബ്ലിക് സ്പീക്കിംഗ് അല്ല, കണ്ട അപാര സംഭവങ്ങള്. ലീവ് ഇറ്റ് മാൻ. ഡോണ്ട് ഫീൽ ഇൻഫ്യൂരിയർ. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമനെ കണ്ടു നമ്മൾ ഇതിനെ ആമയാവണേ. ഒബാമ give hand as an Indian, right? That is called self-esteem. Are you ready, guys? Yeah, that's right. കൊടുക്കണം അങ്ങനെ ഹലോ സാർ ആ റെസ്പെക്ട്, സെൽഫ് റെസ്പെക്ട് വേണം. ആദ്യം സെൽഫ് എസ്റ്റീം. ഒരു പബ്ലിക് സ്പീക്കർക്ക് അതാണ് ആദ്യം വേണ്ടത്. മുൻപിലും പിൻപിലും എവിടെ ടോപ്പ് ആക്കേണ്ടായിക്കോട്ടെ, ഞാൻ വന്നത് എന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ പ്രസംഗിക്കാൻ മുമ്പ് ഞാൻ എപ്പോഴും തന്നെ എനിക്ക് എന്താണ് പറയുന്നത് ഞാൻ അത് പറഞ്ഞ് ഭംഗിയിൽ പോവാ. പ്രസന്റേഷൻ എന്നെനിക്ക് ഓർമ്മയുണ്ട്. ഞാനൊരു പ്രസംഗ മത്സരത്തിന് പോയി. ഞാൻ ആദ്യമോട് ചോദിച്ചു ഇത് മുൻപ് ടോപ്പിക്ക് തരില്ലെന്ന് ചോദിച്ചു. ആള് പറഞ്ഞു അത് അപ്പഴേ തരുള്ളൂ, 5 മിനിറ്റ് മുമ്പ്. ഓക്കെ ശരി. ഞാൻ അവിടെ ചെന്നപ്പോണ്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരു 40 ആൾക്കാരുണ്ട്. ഇന്നെനിക്ക് ഓർമ്മയുണ്ട്. അത് ഗവൺമെന്റ് ലെവലിലുള്ള ബ്ലോക്ക് തലത്തിലുള്ളൊരു പ്രസംഗ മത്സരമായിരുന്നു. പ്രസംഗം നടക്കുന്നത് വലച്ചലിലാണ്. 40 പേരുണ്ട് പ്രസംഗിക്കാൻ. അപ്പോ എന്നോട് പറഞ്ഞു മുൻപ് തരില്ല, അപ്പ തരണമെന്ന് പറഞ്ഞു. ശരി, ഞാൻ ചെന്നപ്പോഴല്ല അറിയണേ ഈ 40 ആൾക്കാരുന്ന് ഒരു പഠനത്തോട് പഠനം, വലിയ സ്പീച്ചുകൾ വെച്ചു. അപ്പൊ വായിച്ചു നോക്കെന്തോ ഏതാ വരെന്ന് അറിയില്ലല്ലോ. അപ്പോ ഞാൻ അയാൾ ചോദിച്ചു നിങ്ങൾ എന്താ വായിക്കുന്നത്? പ്രസംഗിക്കണ്ടേ? സബ്ജക്റ്റ് ഒന്നുമില്ല. സബ്ജക്റ്റ് 2 ആഴ്ച മുമ്പ് വന്നു. 2 ആഴ്ച മുമ്പ്? ഞാൻ അത് നിങ്ങൾക്ക് തെറ്റ് പറ്റിയല്ലേ? ഇല്ലല്ല, 2 ആഴ്ച മുമ്പ് സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ചോദിച്ച ഓഫീസറാണ്, സാർ ഞാൻ സാറിന് ചോദിച്ചു അന്ന് അപ്ഡേഷൻ വരുമ്പോ കുട്ടി അത് എനിക്കറിയില്ലായിരുന്നു. പിന്നെ പിറ്റേ ദിവസം വന്നപ്പോ എല്ലാം കൊടുക്കാന്ന് പറഞ്ഞു വന്നു. അതാണല്ലോ ഗവൺമെന്റ് പരിപാടികള്. ഞാൻ ഞെട്ടിപ്പോയി, സങ്കടമായി. കാരണം ഇവര് എസ് മുഴുവൻ പഠിച്ചിരിക്കുക. സമൂഹത്തിന്റെ വളർച്ച, യുവജനക്കളെ പങ്ക്. ഓർമ്മയുണ്ട് യുവജനങ്ങള്? നമ്മുടെ പഴയ സബ്ജക്റ്റേ
ആ സബ്ജക്റ്റിന്റെ മറ്റൊരു വേർഷൻ. സങ്കടം എനിക്ക്, ഭാഷയായി. പ്രസന്റേഷൻ ഓപ്പൺ സ്റ്റേജിൽ, ബിഗ് ഓഡിയൻസ്, ഇവരൊക്കെ തയ്യാറായി വന്നിരിക്കുന്നു. 5 മിനിറ്റ് സംസാരിക്കില്ല, 10 മിനിറ്റ് സംസാരിക്കുന്ന ആൾക്ക്. അവരൊക്കെ 1 മണിക്കൂർ സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ദൈവത്തിന് ഒരിക്കലും നമുക്ക് ഉണ്ടാവില്ലേ? കാരണം എന്താ, സബ്ജക്റ്റ് ഇവരൊക്കെ തയ്യാറായി വന്നിട്ടുണ്ടല്ലോ. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, എന്റെ സ്പീച്ച് ഫസ്റ്റ് ആവുമല്ലോ. കാരണം ഇവര് പ്രസംഗം മുഴുവൻ കേൾക്കാമല്ലോ, ഇവര് പറയുന്ന മുഴുവൻ സാധനം എനിക്ക് എടുക്കാമല്ലോ. അത് എന്റെ നമ്പർ നോക്കുന്നത് ഇറ്റ് വാസ് 22. അപ്പൊ 22 ആകത്തെ സ്പീച്ച് ഉണ്ടല്ലോ. ഞാൻ റെഡി ഇരിക്കാൻ റെഡിയാണ്. കാലത്തെ പ്രസംഗം തുടങ്ങി. ഏനോ ഇവരിങ്ങനെ പഠിച്ചിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ചിലർക്ക് നിർത്താൻ പറ്റില്ല, കാരണം ഉള്ളിൽ പഠിച്ചു വന്നിരിക്കുകയല്ലേ. 10 മിനിറ്റ് കഴിഞ്ഞു പോയി. ഇത് മുഴുവൻ പഠിച്ചെന്റെ ഫീലിംഗ് ഇല്ലേ? അപ്പൊ ഞാനിത് ചിരിക്കാം, വരട്ടെ ഓരോ നിങ്ങളുടെ 21 സ്പീച്ച് വരെ ഞാൻ കൃത്യമായി കേട്ടു. അപ്പൊ എന്റെ ഒരു സാധനം ഉണ്ടാവല്ലോ, ഒരു വെടിക്കോപ്പൻ സാധനം ഉണ്ടാവല്ലോ. പിന്നെ എനിക്കറിയാം പബ്ലിക് സ്പീക്കിങ്ങില് മോർ ദൻ വാട്ട് യു സ്പീക്ക്, ഹൗ യു സ്പീക്ക് എന്നുള്ളതാണ്. അത് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ദാറ്റ്സ് കോൺഫിഡൻസ്. ഞാൻ കയറിയിരുന്നു, എന്റെ പവർ, പിന്നെ വാശിയുണ്ടല്ലോ, പാഷനൊക്കെ തന്നെ വരില്ലേ. ആ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ കയറിക്കും മറ്റൊരാൾ നിൽക്കുന്നുണ്ട്, നമ്മുടെ ഓഫീസർ നിൽക്കുന്നുണ്ട്. ആള് ഇവൻ എന്താ പറയാൻ പോണാവോ? ഇത് ആളെ നോക്കി ഡബിൾ ഇൻസ്പിറേഷനായി. ഇത് ആൾക്കൊരു ഗിഫ്റ്റ് ആയിക്കോട്ടെ. ഞാൻ പ്രസന്റ് ചെയ്തു ഇൻ മൈ ഓൺ സ്റ്റൈൽ, മൈ ഓൺ വേ. ആൻഡ് 40 മെമ്പേഴ്സ് കഴിഞ്ഞു. ആകാംക്ഷ 3 പേര് കിട്ടില്ലോ. തേർഡ് പ്രൈസ് പ്രഖ്യാപിച്ചു, സെക്കൻഡ് പ്രഖ്യാപിച്ചു. ഓരോന്നും ടെൻഷനിൽ പഠിച്ചു നോക്കില്ലേ. ഫസ്റ്റ് പ്രൈസ് എഡിസൺ, വേറെ ആരുമല്ല. അപ്പൊ ഞാൻ ആരെ നോക്കിണ്ടോ, നമ്മുടെ ഓഫീസർ. ആള് നീ ആളും എടുക്കണാടാ. എന്തുകൊണ്ട്? കാരണം അവർ ഡോണ്ട് ഫീൽ ഇൻഫീരിയർ. ഡു യുവർ ഡ്യൂട്ടി ആൻഡ് ലീവ് ദ പ്ലേസ്. അതാണ് കോൺഫിഡൻസ്. യു അണ്ടർസ്റ്റാൻഡ്? യു ക്യാൻ. ആർ റെഡി? ദാറ്റ്സ് റൈറ്റ്. ലോജിക്കൽ സീക്വൻസ്. നിങ്ങൾ പ്രസംഗിക്കുമ്പോ അവിടുന്ന് ഇവിടുന്നും അറ്റ് റാൻഡം സംസാരിക്കരുത്. നോട്ട് അറ്റ് റാൻഡം. അവിടുന്ന് ഇവിടെ സംസാരിക്കരുത്. പറയുന്നതിന് കൃത്യമായിട്ടൊരു സീക്വൻസ് ഉണ്ടായിരിക്കുന്നു. ഇതൊരു ഫംഗ്ഷന് സ്വാഗതം അവസാനം പറയാ, അയ്യോ സ്വാഗതം പറയാൻ പറഞ്ഞു പോയി, സ്വാഗത പ്രസംഗം വരൂ, പരിപാടി കഴിഞ്ഞ പോണം. അല്ലല്ലോ. എന്തുകൊണ്ടങ്ങനെ? എല്ലാവരും ഒരു സീക്വൻസ് ഉണ്ടല്ലേ. അവർ പ്രസംഗിക്കുമ്പോ കൃത്യമായൊരു സീക്വൻസ് വേണം. അത് ലോജിക്കലായിട്ട് യുക്തിപരമായി നിങ്ങൾ നിരത്തി അങ്ങനെ അക്കമിട്ട് അടിവെട്ട് പറയില്ലേ, അക്കമിട്ട് അടിവരായിട്ട് പ്രസംഗിക്കുക കൃത്യമായ രീതിയിൽ. കാരണം തുടങ്ങുന്നില്ല, അതിന്റെ ലോജിക്കൽ വരണം. റൈറ്റ്? തോന്നിയാണ് അവിടെ നിന്ന് എന്തൊക്കെ വിളിച്ച് പറയരുതെന്ന്. ആ ലോജിക്കൽ സീക്വൻസ് ടോക്കിനുണ്ടായിരിക്കും. സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ, പരിസരബോധം, അല്ലെ ബോധന തിരിച്ചു വരും. നിങ്ങൾ എവിടെ സംസാരിക്കുന്നു, ആട് സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എത്ര സമയം സംസാരിക്കുന്നു, ഏറ്റവും വലിയ സെൻസ് അല്ലേ സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ. സാമാന്യബോധം, നമ്മുടെ പരിസരബോധം. പറയുന്ന സ്ഥലം സൂക്ഷിച്ച് പറയണം. അങ്ങനെ അതേപോലെ തിരിച്ചു വരാൻ പറ്റില്ല. ഇൻസ്പയറിംഗ് നടക്കുക, എക്സ്പയറിംഗ് നടക്കും. മനസ്സിലായി നിങ്ങൾക്ക്? പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് പോയിട്ട് അവിടെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുമ്പോൾ സംസാരിച്ചു, പിന്നെ തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. യു അണ്ടർസ്റ്റാൻഡ്? സെൻസ് ഓഫ് പ്രൊപ്പോർഷൻ ആയിരിക്കും. Have an effective conclusion with a message. നിങ്ങൾ സ്പീച്ചിനെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ, പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ, ഡോണ്ട് ഡ്രാഗ്. ഇങ്ങനെ വലിച്ചഴിച്ച് എന്തൊക്കെയോ വീണ്ടും വീണ്ടോ. പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഇമ്പാക്ട് ഭയങ്കരമായിരിക്കണം. അങ്ങനെ പ്രസംഗത്തിന്റെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾക്കൊരു നല്ലൊരു സ്റ്റോറിയിൽ അവസാനിപ്പിക്കാം, ഉദ്ധരണിൽ അവസാനിപ്പിക്കാം. പക്ഷെ എന്തിൽ അവസാനിപ്പിക്കുമ്പോഴും റിവൈസ് യുവർ ബേസിക് പോയിന്റ്. നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ ബേസിക് പോയിന്റ്സ് എന്ത് ചെയ്യുന്ന ഒന്ന് സമ്മറൈസ് ചെയ്യുന്നു, റിക്യാപ്പ് ചെയ്യുന്നു. പിന്നെ ആ ഒരു മെസ്സേജ് ഇല്ലാണ്ട് പ്രസന്റേഷൻ അവസാനിപ്പിക്കരുത്. ദിസ് ഈസ് മൈ മെസ്സേജ് മൈ ഗൈസ്. കാരണം അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോ എത്ര നല്ല പ്രസംഗമാണെങ്കിലും കുറെ കഴിയുമ്പോ കുറച്ച് ഓർമ്മയിലുണ്ടാവുള്ളൂ. ആ ഓർമ്മിച്ച് വെക്കേണ്ടത് എൻഡിലിറ്റി മിക്കവാറും. അപ്പൊ ആ മെസ്സേജ്, നിങ്ങൾ ഉദ്ദേശിച്ച മെസ്സേജ്, നിങ്ങൾ എന്തിനാണ് സംസാരിച്ചത്, ആ സംസാരിച്ച ആ കാര്യത്തിന്റെ ഓർമ്മയിൽ വെക്കേണ്ട റിയൽ
ക്ലിയർ മെസ്സേജ് നിങ്ങൾ പാസ് ചെയ്തിട്ട് അവിടുന്ന് പോകാൻ പാടുള്ളൂ. നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ആ ഓഡിയൻസിന് ഫീലിംഗ് വരണം, മൈ ഗാഡ്, ദിസ് ഈസ് ദ മെസ്സേജ്, ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന മെസ്സേജ്, ഇതാണ് ഞങ്ങൾ, ആ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവണം. ദാറ്റ് ഈസ് യുവർ പ്രിന്റ് മാർക്ക്, ഹോൾ മാർക്ക് ഓഫ് യുവർ സ്പീച്ച്. ദ ലാസ്റ്റ് ബിറ്റ്, perfection. If you want to become an inspirational public speaker or world-class public speaker, perfection is very important, or more important. നമ്മൾ പറഞ്ഞു purpose, preparation, practice, presentation and perfection. എങ്ങനെയാണ് നിങ്ങളുടെ സ്പീച്ചിനെ പെർഫെക്റ്റ് ആക്കുക? പലരും പെർഫോമൻസ് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, കഴിഞ്ഞില്ലേ പിന്നെ ഇങ്ങനെയൊക്കെ. നോ, ഇംപ്രവൈസ്, ഇംപ്രൂവ്. എങ്ങനെ നമുക്ക്, കാരണം പെർഫെക്ഷൻ എന്നൊരു സംഭവം നടക്കില്ല. കാരണം എന്താ, അങ്ങനെ സംഭവം ഇല്ലല്ലോ. നോക്കിയുടെ കോർപ്പറേറ്റ് ഇതിൽ പറയുന്നതാണ്, there is no finish line. എന്തിന്? ക്വാളിറ്റി ഒരു ഫിനിഷ് ലൈൻ ഇല്ലല്ലോ. അതുപോലെ ഇതാണ് പെർഫെക്റ്റ് പബ്ലിക് സ്പീക്കിംഗ് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇതാണ് പെർഫെക്റ്റ് പബ്ലിക് സ്പീക്കിംഗ്. യു ഇംപ്രൂവ് എവറി മൊമെന്റ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇംപ്രൂവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാന്നുള്ളൂ. അപ്പൊ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുക? ഞാൻ പറഞ്ഞു പെർഫെക്ഷൻ നടക്കുന്ന കേസല്ല, നിങ്ങൾ സംഭവം ഇല്ല. പക്ഷെ അറ്റംപ്റ്റ് ടു ബി പെർഫെക്റ്റ് ഈസ് ദ പ്രോഗ്രസ്. അത് പ്രോഗ്രസ് ആയി മാറും. ഇന്നിനേക്കാൾ നന്നായി ഇന്ന് പ്രസന്റ് ചെയ്യുക, ഇതിനൊക്കെ നന്നായിട്ട് നാളെ. അതാണ് പ്രോഗ്രസ്. That is the journey towards perfection. Clear the point? Feedback. എന്താണ് ഫീഡ്ബാക്ക്? ബ്രെയിൻ ട്രേസി പറഞ്ഞോണം. ബ്രെയിൻ ട്രേസി പറഞ്ഞ എങ്ങനെയാണ്? ഫീഡ്ബാക്ക് ഈസ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഓഫ് ചാമ്പ്യൻസ്. ചാമ്പ്യൻസിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഫീഡ്ബാക്ക്. നിങ്ങളുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആസ്ക് യുവർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് വേണം. അല്ല ഓർഗനൈസേഷൻ, നെക്സ്റ്റ് വരുമ്പോൾ ഞാൻ എങ്ങനെ, എന്റെ ഭാഗത്ത് എവിടേക്കാണ് ഫോണിൽ കണ്ടത്, എവിടേക്കാണ് ഇംപ്രവൈസ് ചെയ്യേണ്ടത്, യു ആസ്ക് ടു ഗെറ്റ്. ഫീഡ്ബാക്ക് എടുക്കാതെ പ്രൊഫഷൻ ആരംഭിക്കരുത്. നെക്സ്റ്റ് അറ്റംപ്റ്റ് സ്പീക്കേഴ്സ് ഫയൽ. നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് സ്പീക്കർ ആവണമെങ്കിൽ നിങ്ങൾ ഒരു സ്പീക്കേഴ്സിന്റെ ഫയൽ വേണം. നിങ്ങളുടെ സ്പീച്ചുകളെ കുറിച്ച് അസസ് ചെയ്ത് വെക്കണം. ഈ ഫീഡ്ബാക്ക് എഴുതി വെക്കണം. ഫീഡ്ബാക്ക് മറന്നുപോലെ എഴുതി വെക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ പുതിയ പുതിയ ആശയം കിട്ടുന്നു അതൊക്കെ ആ ഫയൽ നിങ്ങൾ ആഡ് ചെയ്യണം. അടുത്ത പ്രാവശ്യം വീണ്ടും പുതിയ അവതരിപ്പിക്കണ്ടേ? സോ ഓൾവൈസ് ആഡ് ന്യൂ തിങ്സ് ടു യുവർ സ്പീക്കേഴ്സ് ഫയൽ. നിങ്ങൾക്കൊരു ഫയൽ വേണം. വെറുതെ നോ. സ്പീക്കർ നിങ്ങൾ കമ്പ്യൂട്ടറിലായിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആ ഫോൾഡർ കയറ്റി വയ്ക്കാം. ഡെയിലി നിങ്ങൾ അങ്ങനത്തെ കുറച്ച്, ഒരു സ്റ്റോറി ആയിരിക്കാം, ഒരു ഉദ്ധരണി ആയിരിക്കാം, ഒരു സംഭവിച്ച കാര്യമായിരിക്കാം, അല്ലെങ്കിൽ തോട്ടായിരിക്കാം, എന്തായിക്കോട്ടെ, യു മസ്റ്റ് ഹാവ് ഡെയിലി കളക്ഷൻ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ യു നെക്സ്റ്റ് സ്പീച്ച്. ഇന്ന് കഴിഞ്ഞു. ഒരു ആൻഡ്രൂ കാർനെഗിയോട്, ഗ്രേറ്റസ്റ്റ് ഇൻഡസ്ട്രിയലിസ്റ്റ്, അദ്ദേഹത്തിന്റെ GM പറഞ്ഞു, സർ, യെസ്റ്റർഡേ വി ബ്രോക്ക് ദ റെക്കോർഡ് ഓഫ് our business. അപ്പൊ കാണി വെച്ചു, ഗ്രേറ്റ്, വണ്ടർഫുൾ, കൺഗ്രാറ്റുലേഷൻസ്, ബട്ട് വാട്ട് അബൌട്ട് ടുഡേ? ഇന്നെങ്ങനെ നമ്മുടെ അവസ്ഥ? കാരണം എന്താ? ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇംപ്രൂവ്മെന്റ്, പ്രോഗ്രസ്. ഇന്നലെ ഓക്കെ, വാട്ട് അബൌട്ട് ടുഡേ? അതാമാരെയൊക്കെ നമ്മൾ ആറ്റിറ്റ്യൂഡ്. ഇന്ന് എന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഞാൻ ടോപ്പിലെത്തിയോ ഇല്ലയോ? നാളെ എങ്ങനെയായിരിക്കും? ആ ഒരു മൈൻഡിൽ വേണം നമ്മുടെ പ്രോഗ്രസ് നടക്കുന്നത്. ഡോണ്ട് മെയിൻറ്റൈൻ, സിംപ്ലി മെയിൻറ്റൈൻ, ബട്ട് ഇംപ്രൂവ്. കാരണം എന്തിനാ നിങ്ങൾ മെയിൻറ്റെയിൻ, ഇംപ്രൂവ് ചെയ്താൽ തന്നെ മെയിൻറ്റെയിൻ നടക്കില്ലേ? മെയിൻറ്റെയിനിങ് ഈസ് നോട്ട് പോസിറ്റീവ്. ഇഫ് യു ഇംപ്രൂവ് എന്ന് നടന്നുകൊണ്ടിരിക്കുക അവിടെ മെയിൻറ്റെയിനിങ്. കാരണം ഇംപ്രൂവ്മെന്റ് എന്തിന്റെ ഭാഗമാണ്? മെയിൻറ്റെയിനിന്റെ ഭാഗമല്ലേ? സോ യു ഗോ ഹെഡ്. ദാറ്റ്സ് വൈ ലിസൺ ടു ദ ഗ്രേറ്റസ്റ്റ് സ്പീക്കേഴ്സ്. വളരെ സക്സസ്ഫുൾ ആയുള്ള പ്രസംഗങ്ങൾ എന്നും കേട്ടുകൊണ്ടിരിക്കണം. എവിടെയൊക്കെ അവർ പ്രസംഗിക്കുന്നുണ്ടോ അതൊക്കെ കേൾക്കാം. വലിയ വലിയ സ്പീക്കേഴ്സിന്റെ കാസറ്റിൽ കിട്ടും. എവിടെയൊക്കെ ചാൻസ് ഉണ്ടോ യൂട്യൂബ് നല്ല ഗ്രേറ്റസ്റ്റ് സ്പീക്കേഴ്സ് സ്പീച്ച് കേൾക്കാൻ പറ്റും.
Listen to the speeches of great speakers in the world. കാരണം അപ്പൊ നമുക്ക് ഐഡിയ കിട്ടും ഇവരിങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത്. അതൊരു ഹാബിറ്റാക്കി മാറ്റാം. ജസ്റ്റ് മെയ്ഡ് ഹാബിറ്റ്. വാച്ച് ഇഫക്റ്റീവ് പ്രസന്റേഷൻസ് ഓൺ TV. ഇപ്പൊ ടിവിയിൽ ഡിഫറെന്റ് പ്രസന്റേഷൻസ് വരുന്നുണ്ട്. ഒബ്സർവ് ഹൗ ദ പ്രസന്റ്. മോർ ദാൻ വാട്ട്? Observe how they present. You gain the difference in your speech. Grab all the chances. എപ്പോഴൊക്കെ അവസരം ഉണ്ടോ, grab it. Choose the chances. Don't excuse the chances. Winners choose the chances. ഉപയോഗപ്പെടുത്തും. Losers excuse the chances. അവരത് എന്തെങ്കിലും പറഞ്ഞു ഒഴിവ് പറഞ്ഞ് ഇങ്ങനെ പോവും. നമ്മളോട് പറ്റില്ല മാഷേ, അത് നടക്കില്ലടോ, സോറി. അങ്ങനെ ഒഴിഞ്ഞു പോകാനാ നോക്കണ്ടേ, ഉപയോഗിക്കാൻ നോക്കണം. Read the biography of great orators. Read the biographies of great orators. ലോക പ്രശസ്തരായ പ്രസംഗകരുടെ ജീവചരിത്രങ്ങൾ വായിച്ച് ചിന്തിച്ച് പഠിക്കണം നിങ്ങൾ. കാരണം nobody is a born public speaker. ആരും ജനിച്ചു എന്തല്ല പബ്ലിക് സ്പീക്കർ അല്ല. അങ്ങനെയാണെങ്കിൽ അവരെങ്ങനെയായി? ഹൗ ദേ ബിക്കം ഗ്രേറ്റ് സ്പീക്കേഴ്സ് ഇൻ ദ വേൾഡ്? ലോക ചരിത്രത്തിൽ ഒരുപാട് പബ്ലിക് സ്പീക്കേഴ്സ് ഉണ്ട്, ഒരുപാട്, കൗണ്ട്ലെസ്. റീഡ് ദെയർ ഹിസ്റ്ററി, വിൽ ബി അപ്സെറ്റ്. കാരണം അറിയാം, നിങ്ങൾ ഞെട്ടിപ്പോവും, ഇവർക്ക് ഇങ്ങനെ ആയി മാറിയ. ഇഫ് അതേഴ്സ് ക്യാൻ, വൈ കാൻറ്റ് ഐ? ദാറ്റ്സ് ക്വസ്റ്റ്യൻ. വായിക്കണം, പഠിക്കണം. Read and follow the history of great orators, the history. Make your speech more interesting, more informative and more instructive. ഓരോ ദിവസവും അതായി ചിന്തിക്കുക, എങ്ങനെ എന്റെ പ്രസംഗം മോർ ഇൻട്രസ്റ്റിംഗ് ആക്കാം, മോർ ഇൻഫോർമേറ്റീവ് ആക്കാം ആൻഡ് മോർ ഇൻസ്ട്രക്റ്റീവ് ആക്കാം. അപ്പോഴാണ് എന്താവുക? മോർ എഫക്റ്റീവ്, മോർ ഇൻസ്പയറിംഗ്. ഈ ചിന്ത നിങ്ങൾക്ക് എപ്പോഴും വേണം. ദിസ് ഇസ് എ കോൺഷ്യസ് തിങ്കിങ് ഓഫ് എ ഗ്രേറ്റ് പബ്ലിക് സ്പീക്കർ. എല്ലാ മഹാന്മാരെ പ്രസംഗകരും ഇങ്ങനെയാണ് എപ്പോഴും ചിന്തിക്കുക, ഇതിനൊക്കെ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യണം. ദിസ് കോൺഷ്യസ് തിങ്കിങ് വിൽ മേക്ക് യു എ ഡിഫറെന്റ് ആൻഡ് ഗ്രോയിങ് പേഴ്സണാലിറ്റി. ബി ദ പാർട്ട് ഓഫ് ഓർ ദ മെമ്പർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ക്ലബ്സ്. ഒരുപാട് പബ്ലിക് സ്പീക്കിംഗ് ക്ലബ്ബുകളില്ലേ? ബി ദ മെമ്പർ. നിങ്ങൾ ചെല്ല്, മെമ്പർഷിപ്പ് എടുക്ക്. നിങ്ങൾ വളരെ പറ്റും. ഇനി ലോകത്തിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന, നമ്മൾ വളർത്തുന്ന the most powerful and the most valuable group of public speakers from Vision 21st. Absolutely. This is the beginning of a new speakers club. We create orators to transform a new generation as greatest personalities in the world by God's grace. Go for more training. Evideyokka public speaking training undo, go participate, gain and come back and improve. Adu ningalude oru basic nature aayirikkanam. Invest in training. You know, friend, ignorance is more expensive, or highly expensive. So always invest in knowledge. Go for training programs. എവിടെയൊക്കെ നിങ്ങൾ ഒരു ആഡ് കാണാണ്, പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. ദർ ഇസ് സംതിങ്. നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് എല്ലാം കിട്ടില്ല എന്ന്, ഒരു ബുക്കിൽ നിന്ന് എല്ലാം കിട്ടില്ല, ഒരു ട്രെയിനിൽ എല്ലാം കിട്ടില്ല. സോ യു ടേക്ക് ഫ്രം ഡിഫറെന്റ് പ്ലേസസ് ആൻഡ് കളക്ട് യുവർസെൽഫ്, അസംബിൾ യുവർസെൽഫ്. എല്ലാം നിങ്ങൾ ബ്രെയിൻ അസംബിൾ ചെയ്യാൻ. ഇഫ് യു ഇൻവെസ്റ്റ് ഇൻ നോളജ്, ഇൻവെസ്റ്റ് ഇൻ ട്രെയിനിങ്, you gain at last, because ignorance is curse. A voracious reader. ആർത്തിയോടെ വായിക്കണം. വായനാശീലം. Read a lot, learn a lot. നല്ല വായന.
പരന്ന വായന, ആഴത്തിലുള്ള വായന. That is the most powerful thing, most important in your life. അറിയാൻ വേണ്ടി വായിക്കുക. Quest for knowledge, quest for knowledge, zest for knowledge. അത് വരണം നമുക്ക്. എനിക്കിത് വേണം, അറിയണം. അറിവിന് വേണ്ടിയുള്ള ആത്മദാഹം അതായിരിക്കണം നിങ്ങളുടെ മനസ്സിന്റെ ബേസ്. എനിക്കറിയണം, എനിക്ക് വളരണം. I must be an inspiring public speaker. That's my dream, my goal, my cherished goal, my friend. ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് പബ്ലിക് സ്പീക്കർ ആക്കുന്നത്. You can become an inspiring public speaker. Believe my friends. സംസാരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ആരെ കുത്തയൊന്നല്ലല്ലോ, പ്രസിഡന്റ് ആരെ കുത്തയൊന്നല്ലല്ലോ. ഇവരാരും പ്ലാറ്റ്ഫോമിൽ ജനിച്ചു നടക്കുന്നതല്ല. Stand up, face the audience and speak, man. What you know, what you can. You create a history. That's what I feel, man. നടക്കണ കാര്യമാണ്, നടന്നിരിക്കും. I regard myself as a soldier, so a soldier of peace. But I have a dream that one day this nation will rise up. We cannot tell what the course of this spell. We hold these truths to be self-evident that all men Independence that we want. live out the true meaning of its creed. Always believe. Our tests are not one, but